പാസ്റ്റർ പറയുന്നത് വീണ്ടും ആവർത്തിക്കുന്നത്, this is not just a message. വചനം പഠിപ്പിക്കുന്ന ഒരു കാര്യം മാത്രമല്ല, it's a life transfer. അത് നിങ്ങളിലേക്ക് ജമ്പ് ചെയ്യും. വിശ്വസിച്ചു കഴിഞ്ഞാൽ അത് ജമ്പ് ചെയ്യും, അത് നിങ്ങളിലേക്ക് ട്രാൻസ്ഫേർഡ് ആകും. പഴയ നിയമത്തിൽ പുറത്തൊരു അഭിഷേകമാണ്, പക്ഷെ പുതിയ നിയമത്തിന്റെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അഭിഷേകം ചെയ്യുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഒരു DNA, ഒരു സ്വഭാവം, ഒരു കരുത്ത് നമ്മുടെ ഉള്ളിലും ദൈവം പകർന്നിരിക്കുകയാണ്. പൈശാചിക ആധിപത്യങ്ങൾ അതിനെ തകർക്കുവാൻ, ആ വാഴ്ചകളെ നിർവീര്യമാക്കുവാൻ, ബന്ധനത്തിലും പൈശാചിക അടിമത്തത്തിൽ കിടക്കുന്ന ജനത്തെ വിടുവിക്കുവാൻ, മന്ത്രവാദത്തിന്റെയും ആഭിചാരത്തിന്റെയും ശൂദ്രത്തിന്റെയും ഇതുപോലുള്ള പൈശാചിക കെട്ടുകളിൽ കിടക്കുന്ന വ്യക്തികളെ വിടുവിക്കുവാൻ നാം എഴുന്നേൽക്കുമ്പോൾ നിങ്ങളെ തടയുന്ന നമ്മുടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കാണിച്ച് 10 തലയുള്ള ദുർശക്തികളെ, പൈശാചിക തലങ്ങളെ, ആധിപത്യങ്ങളെ, ഡിമാനിക് പ്രിൻസിപ്പാലിറ്റീസ്, വാഴ്ചകളെയും അധികാരികളെയും നേരിടുന്ന ഒരു തലമുണ്ട്. ശപിക്കുകയും നശിപ്പിക്കുവാനായിട്ടുള്ള കാര്യങ്ങൾ മെനയുന്ന, നിന്നെ ഒടുക്കി കളയുവാനുള്ള ദുർമന്ത്രവാദവും ആഭിചാരവും ചെയ്യുന്ന, ശുദ്രം ചെയ്യുന്ന പൈശാചിക തലങ്ങൾ, ആധിപത്യം എടുക്കുവാൻ, ആധിപത്യം സ്ഥാപിക്കുവാൻ ദൈവരാജ്യത്തിന്റെ ആധിപത്യം ആഗ്രഹിക്കുന്ന ദൈവജനമേ, let your words change, let your mind change, let your attitudes change, let your confessions change. ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി നിങ്ങളുടെ അകത്തും പുറത്തും, നിങ്ങളുടെ ഉള്ളിൽ ഉള്ളവൻ ഈ ലോകത്തിൽ ഉള്ള പൈശാചിക പ്രമുഖന്മാരെ പിശാചിനേക്കാൾ വലിയവനാണെന്നുള്ള ബോധ്യത്താൽ ഇന്ന് പകൽക്കാലം നിങ്ങൾ പിടിക്കപ്പെടട്ടെ. 2026 നിന്റെ ജീവിതത്തിൽ പൊങ്ങി നിൽക്കുന്ന എല്ലാ മല്ലന്മാരെ, പൈശാചിക മലകളെ, പൈശാചിക ആധിപതികളെ, ദുരാത്മ മണ്ഡലങ്ങളെ നിന്റെ കയ്യിൽ തരുവാൻ, നിന്നെ അഭിഷേകം ചെയ്യുവാൻ ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. ഈ കിങ്ഡം ഡൊമിനിയൻ നമ്മുടെ പേര് വലുതാകുവാൻ 4 ആൾക്കാർ നമ്മളെ പോസ്റ്റർ അടിച്ച് നമ്മുടെ പേര് വരും. No, 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 no. India may know that Jesus is the King of Kings and the Lord of Lords. The nations may know that there is one true living God. 2026 ദൈവരാജ്യത്തിന്റെ ഒരു വാഴ്ചയുടെ ഒരു വർഷമാണ്. കേരളത്തിലും ഭാരതത്തിലും രാജ്യങ്ങളിലും ദൈവത്തിന്റെ രാജ്യത്തെ ബലാത്കാരമായി ഒരു വർധനവിലേക്ക് കൊണ്ടുവരുവാൻ, മുന്നേറ്റത്തിലേക്ക് കൊണ്ടുവരുവാൻ ഒരു ദൈവരാജ്യത്തിന്റെ വാഴ്ചയാണ്. 2026 I declare and decree that it's going to be a year of kingdom dominion, not just in Chengdu, Asia, but in Kerala, in India and in the nations of the world as never before. I declare and decree by the Spirit of God, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ദൈവത്തിന്റെ രാജ്യം കുതിച്ചു ചാടുന്ന ഒരു വർഷമായി. അതിനുവേണ്ടി ദൈവം ചിലരെയൊക്കെ എഴുന്നേൽപ്പിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ ചിലരെയും ദൈവസഭകളെയൊക്കെ അതിനായി ദൈവം കണ്ടിട്ടുണ്ട്. നാം ഈ ദൈവത്തിന്റെ വചനം വരുമ്പോൾ these are prophetic messages. നമ്മെ ചാർജ് ചെയ്യുവാൻ, നമ്മെ ഉപദേശിക്കുവാൻ, നമ്മുടെ ഹൃദയത്തിനുള്ളത്തിലേക്ക് ദൈവജനത്തിന്റെ ആ വിത്ത് ആഴത്തിൽ ഒന്ന് ഇറങ്ങുവാൻ, വേരുകൾ ആഴത്തിൽ ഒന്ന് ഇറങ്ങുവാൻ ഇടയായി തീരട്ടെ. ഈ മെസ്സേജിന് പിന്നിൽ ദൈവശക്തി വ്യാപരിക്കുന്നുണ്ട്, ഒരു അഭിഷേകം വ്യാപരിക്കുന്നുണ്ട്, ഒരു ആത്മപകർച്ചയുണ്ട്, മെന്റലുണ്ട്. വർഷങ്ങൾ പാസ്റ്റർ നടന്ന ആ ജീവന്റെ ഒരു വ്യാപാരം സംഭവിക്കും. അതുകൊണ്ടാണ് പാസ്റ്റർ പറയുന്നത്, വീണ്ടും ആവർത്തിക്കുന്നത്, this is not just a message. വചനം പഠിപ്പിക്കുന്ന ഒരു കാര്യം മാത്രമല്ല, it's a life transfer. അത് നിങ്ങളിലേക്ക് ജമ്പ് ചെയ്യും. വിശ്വസിച്ചു കഴിഞ്ഞാൽ അത് ജമ്പ് ചെയ്യും, അത് നിങ്ങളിലേക്ക് ട്രാൻസ്ഫേർഡ് ആകും. എപ്പോഴെങ്കിലും ബലഹീനരാണെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ കഴിവതും പാസ്റ്റർ പറയത്തില്ല, യോ എനിക്ക് ബലഹീനമാണ്, അല്ലെങ്കിൽ ഞാൻ ബലഹീനമാണെന്ന് നിങ്ങളുടെ പാസ്റ്ററിനെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഏറ്റുപറച്ച് വളരെ കുറവാണ്. എന്റെ ബലഹീനതയിൽ അവന്റെ ശക്തി തികഞ്ഞു വരും എന്നുള്ളൊരു ബോധ്യമുള്ളതുകൊണ്ട് അതെന്റെ ഒരു ലൈഫ് പ്രിൻസിപ്പിൾ മെസ്സേജാണ്. എന്റെ ജീവിതത്തെ ഞാനായിരിക്കുന്ന ആ നിലവാരത്തിൽ നിന്ന് വിഷമിച്ച്, നിരാശപ്പെട്ടും, ഡിപ്രസ്ഡായി, ജീവിതത്തിൽ എവിടെയും പോകുവാൻ കഴിയാതെ സ്റ്റക്കായി നിന്ന ആ ജീവിതത്തിന്റെ അവസ്ഥകളിൽ നിന്ന് ദൈവവചനത്തിന്റെ വെളിച്ചവും വെളിപ്പാടുകളും ഇന്ന് നിങ്ങളുടെ പാസ്റ്ററിനെ ഇങ്ങനെ ആക്കി തീർത്തു. ദൈവം അനുവദിച്ചാൽ അതിന്റെ പുസ്തകങ്ങളൊക്കെ, ബുക്സ് ഒക്കെ എഴുതാൻ പരിശുദ്ധാത്മാവ് പ്രേരണ തന്നിട്ടുണ്ട്. The power, the explosive power of confession. ഏറ്റുപറച്ചിലിന്റെ വിപ്ലവകരമായ സ്ഫോടനാത്മകമായ ശക്തി. Somebody better understand the explosive power of confessing God's word. ദൈവരാജ്യത്തിന്റെ മുന്നേറ്റത്തിന് വേണ്ടി, അല്ലെങ്കിൽ ദൈവരാജ്യത്തിന്റെ ഈ വാഴ്ചയ്ക്ക് വേണ്ടി, for the kingdom dominion, അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കൂടാതെ കഴിയുകയില്ല. ദൈവത്തിന്റെ 7 ആത്മാക്കൾ ഇന്നത്തെ മെസ്സേജ് തൽക്കട്ടാൻ, the 7 spirits of God for kingdom dominion. ദൈവരാജ്യത്തിന്റെ വാഴ്ചയ്ക്ക് വേണ്ടി ഈ ദൈവരാജ്യത്തിൽ നമ്മെ ദൈവം ഭൂമിയിൽ ദൈവത്തിന്റെ അധികാരികളായി, ദൈവത്തിന്റെ പുത്രന്മാരും പുത്രിമാരാക്കി ദൈവം ഭൂമിയിൽ ദൈവം നമ്മെ സ്ഥാപിച്ചിരിക്കുക, ആക്കിയിരിക്കുക. അതുകൊണ്ട് തന്നെ ആദിപുത്രനായ യേശു പരിശുദ്ധാത്മാവ് പൂർണ്ണനായി ദൈവരാജ്യത്തെ ബലാത്കാരമായി ഭൂമിയിൽ കൊണ്ടുവന്നതുപോലെ തന്നെ ദൈവരാജ്യത്തെ ഭൂമിയിൽ ബലാത്കാരമായി കൊണ്ടുവരുവാൻ, ആ വാഴ്ച നടത്തുവാൻ ദൈവത്തിന്റെ 7 ആത്മാക്കളാണ്. പരിശുദ്ധാത്മാവേ, the 7-fold Spirit of God. ദൈവത്തിന്റെ 7 ആത്മാക്കൾ. 7 ആത്മാക്കൾ എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ പൂർണ്ണതയെ കുറിക്കുകയാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ ഒരു വാഴ്ചയും കൂടെയാണ്. ദൈവരാജ്യത്തിന്റെ വാഴ്ച എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിലുള്ള ഒരു ദൈവിക വാഴ്ചയാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ കൂടാതെ, പരിശുദ്ധാത്മാവില്ലാതെ, പരിശുദ്ധാത്മാവിന്റെ സഹായമില്ലാതെ, പരിശുദ്ധാത്മാവിന്റെ ഗൈഡൻസ് ഇല്ലാതെ നമുക്ക് ദൈവിക വാഴ്ചയിൽ മുമ്പോട്ട് പോകാൻ കഴിയുകയില്ല. പുസ്തകം 4-ാം അധ്യായം അതിന്റെ 1 തൊട്ട് 2 വരെയുള്ള വാക്യം നമുക്കത് വായിക്കാം. The book of Micah, chapter 4 and verse 1 to 2. അപ്പോൾ തന്നെ യേശയ്യാപ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 1 തൊട്ട് 2 വരെ. We are developing teams. ശുശ്രൂഷകരെ വാർത്തെടുക്കുക. ഈ ദൈവസഭയുടെ പ്രത്യേകത അതാണ്. ഇവിടെ വന്നു കേട്ട് പോകുന്നവർ ചുരുക്കമാണ്. എല്ലാവരെയും ശുശ്രൂഷയ്ക്ക് വേണ്ടി പരിശീലിപ്പിച്ച് നിങ്ങളെ ദൈവമാക്കി വയ്ക്കുന്ന സ്പിയറുകളിലേക്ക് നിങ്ങളെ റിലീസ് ചെയ്യുക, നിങ്ങളായി ആക്കി വെക്കുന്നിടത്ത് ഈ സഭയുടെ ഉള്ളിൽ ശുശ്രൂഷിക്കാൻ ഒരുപക്ഷെ നമുക്ക് എല്ലാവർക്കും അവസരം ഇവിടെ നിങ്ങളെ പരിശീലിപ്പിക്കുകയാണ്. ഭൂരിഭാഗം ആൾക്കാരുടെ ശുശ്രൂഷകളും ദൈവസഭയ്ക്ക് പുറത്താണ്.
It's kingdom in the marketplaces. Kingdom in the places where God has placed you. നിങ്ങളെ ദൈവം ആക്കി വെച്ചിരിക്കുന്നിടത്ത് അവിടെ ദൈവരാജ്യത്തെ കൊണ്ടുവരുവാനാണ് നിങ്ങളുടെ അസൈൻമെന്റ്. നിങ്ങൾ 80% സമയം ചെലവഴിക്കുന്നിടത്ത് that's your place. അവിടെയാണ് നിങ്ങൾ ഒരു വിപ്ലവം സൃഷ്ടിക്കേണ്ടത്. അവിടെയാണ് നിങ്ങൾ ഒരു പരിവർത്തനം സൃഷ്ടിക്കേണ്ടത്. അവിടെയാണ് ആ ദൈവിക വാഴ്ച വെളിപ്പെടേണ്ടത്. That's the place where you must bring the dominion of God's kingdom. ദൈവരാജ്യത്തിന്റെ വാഴ്ചയ്ക്ക് വേണ്ടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ 7 ആത്മാക്കളിൽ sevenfold working of the Holy Spirit of God for kingdom dominion. മീഖയുടെ പുസ്തകം 4-ാം അധ്യായം 1-2 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അന്ത്യകാലത്ത് യഹോവയുടെ ആലയമുള്ള പർവ്വതം, യഹോവയുടെ അന്ത്യകാലത്ത് നോക്കിയ ദൈവത്തിന്റെ പ്ലാനും പദ്ധതിയും നോക്കിയേ. സ്തോത്രം. അന്ത്യകാലങ്ങളിലേക്ക് നാം വന്ന് ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അന്ത്യകാലങ്ങളിൽ ദൈവത്തിന്റെ ആലയമുള്ള പർവ്വതം, പർവ്വതങ്ങളുടെ ശിഖരത്തിൽ സ്ഥാപിതവും പർവ്വതത്തിന്റെ ശിഖരത്തിന്മേൽ സ്ഥാപിതവും കുന്നുകൾക്ക് മീതെ ഉന്നതവുമായിരിക്കും. ആ കുന്നുകളുടെ മീതെ ഉന്നതം. യഹോവയുടെ ആലയമുള്ള പർവ്വതം. അത് ആശ്രയമായി യെരുശലേമിൽ അങ്ങനെ ഒരു ആലയം മുങ്ങി വരും. യേശു വരും, യേശുവിടെ വാഴ്ച നടക്കും. അപ്പോൾ തന്നെ പ്രാവചികമായി എവിടെ ദൈവത്തിന്റെ ആലയമുണ്ടോ, എവിടെ ദൈവത്തിന്റെ സഭയുണ്ടോ, എവിടെ ദൈവരാജ്യത്തിന്റെ ആ വാഴ്ചയ്ക്ക് വേണ്ടി ജനം അവിടെ തന്നെ തുറന്നു കൊടുത്തിട്ടുണ്ടോ, അവിടെ എന്താ സംഭവിക്കുന്നത്? യഹോവയുടെ ആലയം. യഹോവയുടെ ആലയം എന്ന് പറയാം. ആരാണ് യഹോവയുടെ ആലയം? കെട്ടിടമല്ല, നാമാണ് യഹോവയുടെ ആലയം. ദൈവത്തിന്റെ സഭയാണ്, ദൈവത്തിന്റെ മണവാട്ടിയാണ്, ദൈവത്തിന്റെ കുടുംബമാണ്. The household of God is the temple of God. ദൈവത്തിന്റെ ആലയങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ ആ കരം ഉയർത്തണമേ. നമ്മൾ ഒരുമിച്ച് ചേർന്ന് വരുമ്പോൾ ദൈവത്തിന്റെ വലിയ ആലയമാണ്. ദൈവത്തിന്റെ ആലയമുള്ള പർവ്വതം എന്തായി തീരും? ഉന്നതമായിരിക്കും. ജാതികൾ അതിലേക്ക് ഒഴുകിച്ചെല്ലും. ജാതികൾ, നമുക്ക് ഇന്ന് പ്രവചിക്കാം. ഹല്ലേലൂയ. ജാതികൾ ദൈവത്തിന്റെ ആലയം ആയിരിക്കുന്ന ആ പർവ്വതം സകല കുന്നുകളേക്കാൾ ഉയർന്നിരിക്കുന്ന ദൈവം അതിനെ ഉറപ്പിക്കും. The Lord shall establish in the top of the edge as the top of the mountains, and he shall be exalted above the hills, and people shall flow. ദൈവത്തിന്റെ ഹൃദയം എന്താ? ജനം ദൈവത്തിലേക്ക് വരണമെന്ന്. അതുകൊണ്ടാണ് ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ഒരു ഭാരം ഈ ദൈവസഭയിൽ കാണാം. മിഷൻസിന് വേണ്ടി വല്ല വിധേനയും ആത്മാക്കളെ രക്ഷിക്കുവാൻ, അത് യേശുവിന്റെ ഉള്ളിൽ മാത്രമല്ല ഭാരതത്തിലും രാജ്യങ്ങളിലും വല്ല വിധേനയും ആത്മാക്കളെ രക്ഷിക്കുവാനുള്ള ഒരു വലിയ ആത്മഭാരം. സഭകളില്ലാത്തടത്ത് സ്തോത്രം സഭകൾ സ്ഥാപിക്കണം. ആര് പോകും കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി? ഞാൻ ആരെ അയക്കേണ്ടും? നാം ആരെ അയക്കും? Who shall go for me and whom shall we send? വീണ്ടും 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 ഈ ആലയത്തിൽ മുഴങ്ങുന്ന ചോദ്യമാണ്, ഞാൻ ആരെ അയക്കേണ്ടു? ആർ നമുക്കായി പോകും? Whom shall I send and who shall go for me? ദൈവത്തിന്റെ ഹൃദയം ജനത്തിനു വേണ്ടി, from every language, from every nation, from every tribe, from every people, എല്ലാ ഗോത്രത്തിൽ നിന്നും വംശത്തിൽ നിന്നും രാജ്യത്തിൽ നിന്നും ഭാഷകളിൽ നിന്നും ദൈവത്തിലേക്ക് കാഴ്ചവെക്കുവാൻ യഹോവയുടെ ആലയം പർവ്വതത്തിൽ പൊങ്ങുമ്പോൾ, ദൈവത്തിന്റെ മഹത്വം ഹല്ലേലൂയ തന്റെ ആലയത്തിൽ നിറയുമ്പോൾ, ആ ദൈവരാജ്യത്തിന്റെ വാഴ്ച വെളിപ്പെടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ജനം അവിടേക്ക് ഒഴുകി വരും. യശയ്യാ പുസ്തകം 2-ാം അധ്യായം. ആമോസിന്റെ മകനായ യെശയ്യാവ് യഹൂദയെയും യെരുശലേമിനെയും പറ്റി ദർശിച്ച വചനം. സ്തോത്രം. ഹല്ലേലൂയ. അടുത്ത ദർശകൻ, അടുത്ത പ്രവാചകൻ ദൈവത്തിന്റെ ദർശനത്തെ പ്രവചനത്തെ കണ്ട് പ്രവചിക്കുക. This is a prophetic utterance. അന്ത്യകാലത്ത് ദൈവത്തിന്റെ ഹൃദയത്തെ വിളിച്ചു പറയുന്ന പ്രവാചക ശബ്ദമാണ്. This is a prophetic word for the end times. Yes. അന്ത്യകാലത്ത് യഹോവയുടെ ആലയമുള്ള പർവ്വതം പർവ്വതങ്ങളുടെ ശിഖരത്തിൽ സ്ഥാപിതവും കുന്നുകൾക്ക് മീതെ ഉന്നതവുമായിരിക്കും. സകല ജാതികളും അതിലേക്ക് ഒഴുകിച്ചെല്ലും. യഹോവയുടെ പർവ്വതം, ദൈവരാജ്യം സകലത്തിന്മേലും വാഴുന്ന ഒരു ചിത്രമാണ് ഈ പ്രവാചക ശബ്ദത്തിലൂടെ നാം കേൾക്കുന്നത്. കഴിഞ്ഞ നാളുകളൊക്കെ നാം കേട്ടതുപോലെ സ്തോത്രം, ഭൂമിയെ അടക്കി വാഴുന്ന മലകളുണ്ട്. 7 മലകൾ, the 7 mountain mandate. അപ്പോൾ ജനങ്ങളെ സ്വാധീനിക്കുന്ന, ജനകോടികളായിരിക്കുന്ന അനേക സ്ഥലങ്ങളിൽ സ്വാധീനിക്കുന്ന ഓരോ മേഖലകൾ. The mountain of religion, the mountain of family, education, government, media, business, arts and entertainment. 7 മലകൾ. Religion, education, government, family, business, media, entertainment. ഇവിടെ എല്ലാം ജനകോടികൾ കിടക്കുകയാണ്. അതിന്റെ സ്വാധീനത്തിലാണ്. ഒരു ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ പൈശാചിക സ്വാധീനത്തിൽ ജനകോടികൾ, billions of people are under the evil demonic system that controls them. പക്ഷെ ഒരു ഡാനിയലിനെ പോലെ, ഒരു യോസെഫിനെ പോലെ, ഒരു എസ്തേറിനെ പോലെ നമ്മളെ ഓരോരുത്തരെയും ദൈവം ഓരോ മേഖലകളിൽ ആക്കി വെക്കുന്നു. ദൈവം എവിടേക്കാണോ നമ്മെ ആക്കി വെച്ചിരിക്കുന്നത് അവിടെ ദൈവത്തിന്റെ ആലയം ഉള്ളൊരു സ്ഥലമാണ്. അവിടെ ദൈവിക വാഴ്ച നടത്തുവാൻ ദൈവം നമ്മെ അവിടെ കൊണ്ട് ആക്കിയിരിക്കുകയാണ്. നിങ്ങളെ ബിസിനസ്സിലാണോ ദൈവം ആക്കിയിരിക്കുന്നത്? ആ ബിസിനസ് കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ഒരു ദൈവരാജ്യത്തിന്റെ വാഴ്ച കൊണ്ടുവരുവാൻ, അവിടെ ദൈവരാജ്യത്തിന്റെ മൂല്യങ്ങളെ കൊണ്ടുവരുവാൻ, സ്വർഗം എങ്ങനെയായിരിക്കുന്നു എന്ന് ബാക്കിയുള്ള ബിസിനസ് മേഖലകളിൽ ഉണ്ടായിരിക്കുന്ന ആ തലങ്ങളിൽ അവിടെ ഒരു സ്വാധീനം കൊണ്ടുവരുവാൻ. ബാബിലോണിയ അടിമത്തത്തിൽ കിടന്ന ഡാനിയേൽ ഏറ്റവും മ്ലേച്ഛമായ, ഏറ്റവും ക്രൂരമായ, മോറലി ഏറ്റവും കറപ്റ്റായ ആ ഒരു സ്ഥലത്ത് ദൈവരാജ്യത്തിന്റെ വാഴ്ചയെ കൊണ്ടുവരുന്ന ശദ്രക്, മേശക്, അബേദ്നെഗോ, ഡാനിയേലിന്റെ ആ ഒരു ടീം, ആ ഒരു കൂട്ട്, ആ ഒരു ഗണം
അവിടുത്തെ ഏറ്റവും വലിയ അധികാരികളെ പോലും മുട്ടുമടക്കുവാൻ ജീവിക്കുന്ന ദൈവം യഹോവയായ ദൈവമാണെന്ന് തിരിച്ചറിയത്തക്ക രീതിയിൽ വാച്ച് നൈറ്റ് സർവീസിൽ ഡാനിയേൽ പുസ്തകം 7-ാം അധ്യായത്തിൽ നിന്ന് 4 രാജാക്കന്മാർ വരുമെന്നും അത് കഴിഞ്ഞ് ഭൂമിയെ സകലത്തെയും അടക്കി വാഴുന്ന വയോധികന്റെ ആ ന്യായസന്നിധിയിൽ എങ്ങനെയാണ് സകലതും തുറന്ന് ദൈവം തന്നെ തന്റെ പുത്രന് സകലതും ഏൽപ്പിച്ചു കൊടുക്കുകയും ദൈവത്തിന്റെ വിശുദ്ധന്മാർക്ക് ദൈവത്തിന്റെ രാജ്യത്തെ ദൈവം കൈമാറിയിരിക്കുന്നു എന്നുള്ള വലിയ പ്രാവചനികമായ സത്യം. അപ്പോൾ ഇന്നിവിടെ ഇരിക്കുന്നവർ സ്വന്തം ചർച്ചിൽ വന്നു, ഒന്ന് പാടി, ഒന്ന് ആരാധിച്ചു, 2 അന്യഭാഷകൾ പറഞ്ഞു എന്ന് മാത്രമല്ല, ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെയും ദൈവ രാജ്യത്തെ കൊണ്ടുവരുവാൻ, അവിടെ യേശുവിന്റെ നാമത്തിന്റെ ആ വെളിച്ചം പരത്തുവാൻ, അവിടെ ആ സുഗന്ധം പരത്തുവാൻ ദൈവം നമ്മെ ആക്കിയിരിക്കുക. ഈ 7 മലകളിലും അവിടെ എല്ലാം ദൈവരാജ്യത്തിന്റെ സ്വാധീനം കൊണ്ടുവരുവാൻ യഹോവയുടെ ആലയമുള്ള പർവ്വതം സകല മലകളിലും സകല ശിഖരങ്ങളുടെ മേലും ഉയർന്നിരിക്കും. ദൈവം അതിനെ ഉറപ്പിക്കും. ജാതികൾ, ജനം അതിലേക്ക് ഒഴുകി വരും. നമുക്കത് ഏറ്റെടുക്കാം. കർത്താവേ, ഞാൻ ആയിരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ദൈവരാജ്യത്തിന്റെ വാഴ്ചയെ കൊണ്ടുവരുവാൻ, അവിടെ എല്ലാം ദൈവത്തിന്റെ സ്വാധീനങ്ങളെ കൊണ്ടുവരുവാൻ, to bring the kingdom culture and influence into those places. അവിടെയുള്ള ജനം ഈ ജീവിക്കുന്ന ദൈവത്തെ അറിയുവാൻ കർത്താവേ ഞാൻ എന്നെ സമർപ്പിക്കുന്നു. അത് സംഭവിക്കണമെങ്കിൽ എന്ത് വേണം? ഒന്ന് വെളിച്ചവും വെളിപ്പാടും നമ്മുടെ ഉള്ളിൽ വേണം. ദൈവരാജ്യത്തിന്റെ ഈ വാഴ്ചയിൽ നടക്കണമെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വേണം. അപ്പോൾ ഒന്നൊന്നായി നാം ആ കാര്യങ്ങളെ ചിന്തിക്കുകയും പഠിക്കുകയും നമ്മുടെ ജീവിതത്തിൽ നമ്മളൊന്ന് സജ്ജരായി ദൈവം നമ്മെ ആക്കി വെക്കുന്ന സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ദൈവരാജ്യത്തിന്റെ വാഴ്ച കൊണ്ടുവരുവാൻ ഇടയായി തീരും. ഇന്ന് 7 ആത്മാക്കൾ, the sevenfold spirit of the Holy Spirit, the 7 spirits of God, പരിശുദ്ധാത്മാവിന്റെ പൂർണ്ണത. The Holy Spirit is a spirit of dominion. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പോൾ വാഴ്ച നടത്തുവാൻ നമ്മെ സഹായിക്കുന്ന, ശക്തീകരിക്കുന്ന, അഭിഷേകം ചെയ്യുന്ന ദൈവത്തിന്റെ ആത്മാവ്. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം 5-ാമത്തെ വാക്യം വായിക്കാം. അപ്പോൾ തന്നെ 5-ാം അധ്യായം 6-ാം വാക്യം. ഈ 2 വാക്യങ്ങളിൽ ദൈവത്തിന്റെ 7 ആത്മാക്കൾ എന്ന് പറഞ്ഞ ആ ഒരു റെഫറൻസ് നമുക്ക് അവിടെ കാണാം. അത് നമുക്ക് പെട്ടെന്ന് വായിക്കാം. ഉടനെ ഞാൻ ആത്മവിവേശനായി. ഉടനെ യോഹന്നാൻ അപ്പോസ്തലൻ ആത്മവിവേശനാകുകയാണ്, സ്വർഗ്ഗത്തിലേക്ക് എടുക്കപ്പെടുകയാണ്, സ്വർഗീയ സിംഹാസനത്തെ താൻ കാണുക. He has a heavenly encounter. He is in the heaven's throne room. ഒരു heavenly throneന്റെ മുമ്പിലാണ്, ഒരു സ്വർഗീയ സിംഹാസനത്തിന്റെ മുമ്പിലാണ്. അപ്പോൾ താൻ കാണുന്ന ആ ദർശനമാണ്, ആ കാഴ്ചയാണ്. സ്വർഗ്ഗത്തിൽ ഒരു സിംഹാസനം വെച്ചിരിക്കുന്നതും, സ്വർഗ്ഗത്തിൽ ഒരു സിംഹാസനം വെച്ചിരിക്കുന്നതും സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നതും കണ്ടു. 5-ാമത്തെ വാക്യം 4-ന്റെ 5. സിംഹാസനത്തിൽ നിന്ന് മിന്നലും നാദവും ഇടിമുഴക്കവും പുറപ്പെടുന്നു. Somebody said dominion, വാഴ്ച, ആധിപത്യം. സിംഹാസനം കാണിക്കുന്നത് ദൈവത്തിന്റെ സിംഹാസനമാണ്. സിംഹാസനം കാണിക്കുന്നത് അധികാരത്തെ കാണിക്കുന്നു, ആധിപത്യത്തെ കാണിക്കുന്നു, സകലത്തെയും കീഴടക്കുവാനുള്ള ഒരു ഡൊമീനിയനെ കാണിക്കുന്നു. അപ്പോൾ സിംഹാസനത്തിൽ നിന്ന് എന്താണ് പുറപ്പെടുന്നത്? മിന്നലും നാദവും ഇടിമുഴക്കവും പുറപ്പെടുന്നു. ദൈവത്തിന്റെ 7 ആത്മാക്കളായ 7 ദീപങ്ങൾ സിംഹാസനത്തിന്റെ മുൻപിൽ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു. സിംഹാസനത്തിന്റെ മുമ്പിൽ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ സിംഹാസനത്തെ ഭൂമിയിൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ, ഒരു കുടുംബത്തിൽ, ഒരു സഭയിൽ സ്ഥാപിതമാക്കണമെങ്കിൽ കത്തി ജ്വലിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ്, ദൈവത്തിന്റെ 7 ആത്മാക്കൾ, the 7-fold spirits of God, the 7 spirits of God, the fire burning before, the 7 lamps of fire burning before the throne. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് നാം സ്വാഗതം ചെയ്യുമ്പോൾ, നാം നമ്മെ തന്നെ തുറന്നു കൊടുക്കുമ്പോൾ, ദൈവത്തിന്റെ 7 ആത്മാക്കൾ ദൈവത്തിന്റെ സിംഹാസനത്തെ ഒരു സ്ഥലത്ത് കൊണ്ടുവരുന്ന, അതിന്റെ വ്യാപാരത്തെ, അതിന്റെ ആധിപത്യത്തെ, അതിന്റെ വാഴ്ച നടത്തുവാൻ ശക്തീകരിക്കുന്ന, സഹായിക്കുന്ന ദൈവത്തിന്റെ 7 ആത്മാക്കൾ. 5-ാം അധ്യായം 6-ാം വാക്യത്തിൽ the 7 spirits of God, ദൈവത്തിന്റെ 7 ആത്മാക്കൾ. And I beheld, and lo, in the midst of the throne and of the 4 beasts and in the midst of the elders stood a lamb, as it had been slain, having 7 horns, with 7 eyes, which are the 7 spirits of God sent forth into all the earth. 5-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? ഞാൻ സിംഹാസനത്തിന്റെയും 4 ജീവികളുടെയും നടുവിൽ മൂപ്പന്മാരുടെ മധ്യത്തിലും ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു. ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അതിന് 7 കൊമ്പും സർവ്വഭൂമിയിലേക്കും അയച്ചിരിക്കുന്ന 7 ദൈവാത്മാക്കൾ, 7 കണ്ണുകൾ, 7 കൊമ്പുകൾ, 7 ആത്മാക്കൾ. And in the midst of the elders stood a lamb as it had been slain. അറുക്കപ്പെട്ട കുഞ്ഞാട് സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നത് പോലെ 7 കൊമ്പുകൾ, 7 കണ്ണുകൾ, ദൈവത്തിന്റെ 7 ആത്മാക്കൾ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ച് ദൈവത്തിന്റെ പ്രവൃത്തികളെ ചെയ്തെടുക്കുന്ന ദൈവത്തിന്റെ 7 ആത്മാക്കളാണ്. The 7 spirits of God. യിശയ്യാപ്രവാചക പുസ്തകം 11-ാം അധ്യായം ഈ 7 ആത്മാക്കളുടെ പേര് വർണ്ണിച്ചിരിക്കുന്ന ഒരു ഭാഗമാണ്. 1 തൊട്ട് 3 വരെയുള്ള വാക്യങ്ങളിൽ അത് യേശുവിന്റെ മേൽ ഈ 7 ആത്മാക്കൾ പൂർണ്ണമായി വെളിപ്പെടും. എന്നാൽ ഈശായുടെ കുറ്റിയിൽ നിന്ന്
മുന്തിരിങ്ങയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പുറപ്പെടും, ഒരു മുള പുറപ്പെടും, അവന്റെ വേരുകളിൽ നിന്ന് ഒരു കൊമ്പും ഫലം കായ്ക്കും. ഒരു മുള പുറപ്പെടും, ആ വേരിൽ നിന്ന് ഒരു കൊമ്പും ഫലപ്രദമായി തീരും. യേശുവിനെ കുറിച്ചാണ് ചിത്രീകരിക്കുന്നത്. യേശുവിൽ എന്ത് സംഭവിച്ചുവോ അത് തന്റെ ജനത്തിലും തന്റെ സഭയിലും തന്റെ മണവാട്ടിയിൽ തന്റെ പുത്രന്മാരും പുത്രിമാരിലും അതേ 7 ആത്മാക്കളുടെ ആ വാഴ്ച, ആ ഓപ്പറേഷനുകൾ. യെസ്, അവന്റെ മേൽ യഹോവയുടെ ആത്മാവ് വസിക്കും, അവന്റെ മേൽ യഹോവയുടെ ആത്മാവ് വസിക്കും. ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്. സ്തോത്രം. ഈ 7 ആത്മാക്കൾ, യഹോവയുടെ 7 ആത്മാക്കൾ, the 7 spirits of God. ദൈവത്തിന്റെ 7 ആത്മാക്കളുടെ വ്യത്യസ്തമായ സ്വഭാവങ്ങൾ, പ്രവൃത്തികൾ, the different workings and the dynamics and the operations of the 7-fold spirit of God. ഉയർന്നിരിക്കുന്ന പൈശാചിക മലകളെ പിടിച്ചടക്കുവാൻ, അവിടെ എല്ലാം ദൈവിക സ്വാധീനങ്ങളെ കൊണ്ടുവരുവാൻ ദൈവത്തിന്റെ ആത്മാവിനെ അളവില്ലാതെ നമ്മുടെ മേൽ പകരുകയാണ്. So that in every sphere, എല്ലാ മേഖലകളിലും നാം ജയാളികളായിരിക്കുവാൻ, നാം ആധിപത്യം സ്ഥാപിക്കുവാൻ, നാം ദൈവത്തിന്റെ ഹിതത്തെ നിവർത്തിച്ചെടുക്കുവാൻ, സ്വർഗത്തിന്റെ കൾച്ചറിനെ, സ്വർഗത്തിന്റെ സംസ്കാരത്തെ, സ്വർഗത്തിന്റെ മൂല്യങ്ങളെ ഭൂമിയിൽ കൊണ്ടുവരുവാൻ, സ്വർഗത്തിന്റെ സ്വാധീനങ്ങളെ കൊണ്ടുവരുവാൻ ദൈവത്തിന്റെ 7 ആത്മാക്കൾ. എന്താണ് ഈ 7 ആത്മാക്കൾ? യഹോവയുടെ the spirit of the Lord. Yes, ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്. How do you take dominion? വാഴ്ച നടത്തണമെങ്കിൽ ശക്തി മാത്രം പോരാ. You need knowledge, wisdom. ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്, ആലോചനയുടെയും ബലത്തിന്റെയും ആത്മാവ്, ആലോചനയുടെയും ബലത്തിന്റെയും ആത്മാവ്, പരിജ്ഞാനത്തിന്റെയും യഹോവ ഭക്തിയുടെയും ആത്മാവ്, പരിജ്ഞാനത്തിന്റെയും യഹോവ ഭക്തിയുടെയും ആത്മാവ്. The spirit of the Lord shall rest upon him. അക്കരമൊക്കെ ഉയർത്തി ഈ വചനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ യഹോവയുടെ 7 ആത്മാക്കളുടെ ഓപ്പറേഷനുകളും അഭിഷേകങ്ങളും പ്രവർത്തനങ്ങളും പ്രവർത്തികളും ഒക്കെ ആഗ്രഹിക്കുകയും ദാഹിക്കുകയും ഈ പ്രവചന ശബ്ദത്തോട് ചേർന്ന് വരുന്ന ഹൃദയങ്ങൾ തുറക്കുന്ന നിങ്ങളുടെ മേൽ, സ്തോത്രം, മറിയയുടെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആവസിച്ചതുപോലെ നിങ്ങളിൽ ഒരു വിശുദ്ധ ഒരു പ്രജയെ ജനിപ്പിക്കുവാൻ, മറിയയുടെ ഉള്ളിൽ ജനിപ്പിക്കുവാൻ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചതുപോലെ ഈ 2026 ദൈവരാജ്യത്തിന്റെ വാഴ്ചയെ നമ്മെ ദൈവമാക്കി വെച്ചിരിക്കുന്ന മേഖലകളിൽ നടപ്പാക്കുവാൻ യഹോവയുടെ ആത്മാവ്, the spirit of the Lord is upon me. The spirit of the Lord is upon me. യഹോവയുടെ ആത്മാവ്, the spirit of wisdom and understanding, the spirit of counsel and might, and the spirit of knowledge and the fear of the Lord. ആ 7 ആത്മാക്കളെ വീണ്ടും ഒന്ന് വായിക്കാം. ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്, ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്, ആലോചനയുടെയും ബലത്തിന്റെയും ആത്മാവ്, ആലോചനയുടെയും ബലത്തിന്റെയും ആത്മാവ്, പരിജ്ഞാനത്തിന്റെയും യഹോവ ഭക്തിയുടെയും ആത്മാവ് തന്നെ. പരിജ്ഞാനത്തിന്റെയും യഹോവ ഭക്തിയുടെയും ആത്മാവ്, the 7 spirits of God. 1 ശമൂവേലിന്റെ പുസ്തകം 16-ാം അധ്യായത്തിൽ ഇസ്രായേൽ വലിയ പ്രതിസന്ധിയുടെ മധ്യത്തിലാണ്. ഭൂമിയിൽ ദൈവരാജ്യത്തെ സ്വന്തം ആശ്ചര്യമായി, പഴയ നിയമത്തിൽ ഒരു ദൃഷ്ടാന്തമായി, നിഴലായി ദൈവം ഭൂമിയിൽ ദൈവരാജ്യം സ്ഥാപിതമാകുമ്പോൾ എങ്ങനെയിരിക്കും എന്ന് ഒരു കൂട്ടത്തിലൂടെ വരച്ചു കാണിക്കുവാൻ ആഗ്രഹിച്ചത് അത് ഇസ്രായേലിൽ മാത്രം ഒതുങ്ങി നിൽക്കുവാനല്ല, അത് ഭൂമിയിൽ ദൈവത്തിന്റെ രാജ്യത്തെ കൊണ്ടുവരുന്ന ഒരു ചിത്രമായിരിക്കാൻ ദൈവം ആഗ്രഹിച്ചു. വലിയ പ്രതിസന്ധികളുടെയും വിഷയങ്ങളുടെയും മധ്യത്തിൽ ദൈവം ചെയ്യുന്ന ഒരു കാര്യം നമുക്ക് ശ്രദ്ധിക്കാം. 1 ശമൂവേലിന്റെ പുസ്തകം 16-ാം അധ്യായം. അനന്തരം യഹോവ ശമൂവേലിനോട്, ഇസ്രായേലിലെ രാജസ്ഥാനത്തിൽ നിന്ന് ഞാൻ ശൗലിനെ തള്ളിയെറിഞ്ഞിരിക്കെ നീ അവനെ കുറിച്ച് എത്രത്തോളം ദുഃഖിക്കും? കൊമ്പിൽ തൈലം നിറച്ച് പുറപ്പെടുക. കൊമ്പിൽ തൈലം നിറച്ച് പുറപ്പെടുക. യെസ്, ഞാൻ നിന്നെ ബെത്ലഹേമ്യനായ ഇശായിയുടെ അടുക്കൽ അയക്കും. അവന്റെ മക്കളിൽ ഞാൻ ഒരു രാജാവിനെ കണ്ടിരിക്കുന്നു എന്ന് മക്കളിൽ ഞാൻ ഒരു രാജാവിനെ. ഇന്ന് 2026 ഈ ദൈവിക വാഴ്ചയെ ഭൂമിയിൽ കൊണ്ടുവരുവാൻ, ദേശങ്ങളിൽ കൊണ്ടുവരുവാൻ ദൈവത്തിന്റെ കണ്ണുകൾ ആരൊക്കെയോ തേടുകയാണ്. ദൈവത്തിന്റെ 7 ആത്മാക്കളുടെ ഓപ്പറേഷനുകൾ, ജ്ഞാനത്തിന്റെയും ബുദ്ധിയുടെയും ബലത്തിന്റെയും യഹോവ ഭക്തിയുടെയും ഭയത്തിന്റെയും ആത്മാവിന്റെ പിടിയിൽ വരുന്ന, അഭിഷേകത്തിന് കീഴിൽ വരുന്ന, സ്വാധീനത്തിൽ കീഴിൽ വരുന്ന, അനുസരണത്തിന് കീഴിൽ വരുന്ന ദൈവത്തിന് ചിലരെ എടുക്കുവാൻ, ഉപയോഗിക്കുവാൻ ദൈവത്തിന്റെ കണ്ണുകൾ അന്വേഷിക്കുക. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിന്റെ 26-ാം അധ്യായ വാക്യത്തിലേക്ക് നമുക്ക് വരാം. നാം നമ്മുടെ സ്വരൂപത്തിൽ, നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. നമുക്ക് മനുഷ്യനെ ഉണ്ടാക്കി അവർ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള പർവ്വജാതിയിന്മേലും മൃഗങ്ങളിന്മേലും സർവ്വഭൂമിയിന്മേലും ഭൂമിയിൽ ഇഴയുന്ന എല്ലാ ഇഴജാതിയിന്മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. സകലത്തിന്മേലും വാഴുവാൻ, ആകാശത്തിലും ഭൂമിയിലും സകലത്തിന്മേലും വാഴുവാൻ. ദൈവത്തിന് വാഴുവാൻ അതിനർത്ഥം സകലത്തെയും അടിമപ്പെടുത്തുവാൻ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന പോലെ സകലത്തെയും മനുഷ്യരുടെ പുറത്തങ്ങുവാണ് അവരെയൊക്കെ അടിമകളാക്കി നമ്മുടെ ഇഷ്ടം അതല്ല, ആ വാഴ്ചയല്ല. ഈ വാഴ്ച എന്ന് പറയുമ്പോൾ സ്വർഗത്തിന്റെ ഇഷ്ടത്തെയും സ്വർഗത്തിന്റെ ഹിതത്തെയും ദൈവത്തിന്റെ സ്വഭാവത്തെയും സ്വർഗത്തിന്റെ ആ സംവിധാനത്തെയും സംസ്കാരത്തെയും ഭൂമിയിൽ ദൈവത്തിന്റെ നീതിയെയും ദൈവത്തിന്റെ വിശുദ്ധിയെയും ദൈവത്തിന്റെ കൽപ്പനകളെയും ഭൂമിയിൽ കൊണ്ടുവരുന്ന ഒരു വാഴ്ചയാണ്. എവിടെ അന്യായമുണ്ടോ, എവിടെ പിടിച്ചുപറിയുണ്ടോ, എവിടെ കപടതയുണ്ടോ, കള്ളമുണ്ടോ, കലഹമുണ്ടോ, എവിടെ ദുഷ്ടതയുണ്ടോ, എവിടെ തട്ടിപ്പും വെട്ടിപ്പും ഉണ്ടോ, എവിടെ രോഗമുണ്ടോ, ശാപമുണ്ടോ, അതിനു മീതെ ഒക്കെ ദൈവത്തിന്റെ ഹിതത്തെ, ഇഷ്ടത്തെ കൊണ്ടുവരുവാൻ ഇങ്ങനെ ദൈവം
യെസ്, തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു. 28ാമത്തെ വാക്യത്തിൽ അങ്ങനെ ദൈവം എന്ത് ചെയ്തു? മനുഷ്യനെ അനുഗ്രഹിച്ചു. നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് ഫലോ ഓർ ഫലോ, ഹിന്ദിയിൽ ഫലോ, നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി, ഫലോ ഫുലോ ഓർ ഫലോ, ബി ഫ്രൂട്ട്ഫുൾ, മൾട്ടിപ്ലൈ, ഇൻക്രീസ്, സബ്ഡ്യൂ ആൻഡ് ഡോമിനേറ്റ് ആൻഡ് ബ്രിങ് എവരിതിങ് അണ്ടർ ദ കൺട്രോൾ ഓഫ് ഗോഡ്. ദൈവത്തിന്റെ അധികാരിയായി, ദൈവത്തിന്റെ ഒരു മാനേജറായി, ദൈവത്തിന്റെ ഒരു സ്റ്റീവേർഡായി, ദൈവത്തിന്റെ ഒരു ഭരണാധികാരിയായി, ദൈവത്തിന്റെ രാജാവായി, ദൈവത്തിന്റെ റൂളറായി ദൈവം മനുഷ്യനെ ഭൂമിയിലാക്കിയിരിക്കുക. ഞാൻ നിനക്ക് ഉത്തരവാദിത്തം തരികയാ. നീ ഒരു കാര്യം ചെയ്യ്, നീ സകലത്തെയും എന്റെ ഇഷ്ടപ്രകാരം, എന്റെ ഹിതപ്രകാരം, എന്റെ ഗവൺമെന്റിന്റെ ഇഷ്ടപ്രകാരം നീ സകലത്തെയും സ്തോത്രം ഭൂമിയിൽ കൊണ്ടുവരണം. ജോലി ചെയ്യുന്ന സ്ഥലത്ത്, അവിടെ ഉണ്ടായിരിക്കുന്ന ആ ദേശത്ത് സകലത്തെയും സ്തോത്രം ദൈവത്തിന്റെ സിസ്റ്റം അനുസരിച്ച് കൊണ്ടുവരുവാൻ, ദൈവത്തിന്റെ ആ ഹിതമനുസരിച്ച്, ദൈവത്തിന്റെ സംസ്കാരം അനുസരിച്ച്, ദൈവത്തിന്റെ സംവിധാനം. എത്ര പേര് അങ്ങനെ ആഗ്രഹിക്കും? ആമേൻ. അങ്ങനെ കഴിയുമോ? ഒരു ദേശത്തെ മാറ്റുവാൻ കഴിയുമോ? ഒരു സംസ്കാരത്തെ മാറ്റുവാൻ കഴിയുമോ? ദാരിദ്ര്യത്തെ മാറ്റുവാൻ കഴിയുമോ? കഴിയും. ഇവിടെ പറഞ്ഞിരിക്കുക, and God blessed them and God said unto them, be fruitful, multiply. അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പറവജാതിയിന്മേലും സകല ഭൂചര ജന്തുക്കളിന്മേലും വാഴുവിൻ എന്നവരോട് കൽപ്പിച്ചു. ഓക്കേ, രണ്ട് പ്രാവശ്യമാണ് ആ വാക്ക് വീണ്ടും ആവർത്തിച്ചിരിക്കുന്നത്. 26ലും 28ലും വാഴുവിൻ എന്ന് പറയും. അടക്കി വാഴുവിൻ. മെസ്സേജ് ബൈബിൾ, God bless them, prosper, reproduce, fill the earth, take charge, be responsible for fish in the sea, birds in the air, for every living thing that moves on the face of the earth. ഒത്തിരി സത്യങ്ങൾ അതിൽ അടങ്ങിയിരിക്കുക. Take charge and be responsible. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ചുറ്റും നമ്മളിങ്ങനെ നമ്മുടെ സ്ഥലത്തെ മലിനമാക്കരുത്. നമ്മൾ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യണം. എല്ലാം സ്വച്ഛമായിരിക്കണം. ഓസോൺ ലെയർ ഡിപ്ലീറ്റ് ആയി പോകുന്നു. നമ്മുടെ ഭാരതത്തിന്റെ ഗവൺമെന്റും ഗവൺമെന്റുകൾ അതിനെക്കുറിച്ച് അങ്ങ് തലപൊകഞ്ഞ് ചിന്തിക്കുകയാണ്. അവര് ജീവൻ നിലനിർത്തുവാൻ ചെയ്യുന്നു. പക്ഷെ ദൈവരാജ്യത്തിലുള്ള ദൈവത്തിന്റെ മക്കളോ ഒരു ഉത്തരവാദിത്വ ബോധത്തോടെ ചെയ്യുന്നു. ഭൂമി ദൈവം മനുഷ്യരെ ഏൽപ്പിച്ചിരിക്കുകയാണ്. സങ്കീർത്തനം 115:16, സ്വർഗം യഹോവയുടെ സ്വർഗമാകുന്നു, സ്വർഗം യഹോവയുടെ സ്വർഗമായിരിക്കുന്നു. യെസ്, ഭൂമി അവൻ മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്നു. ഭൂമിയും സ്വർഗമായുടെയാണ്, യഹോവയുടെയാണ്. ആവർത്തന പുസ്തകം 10-14 വാക്യം വായിക്കാം. സ്വർഗവും സ്വർഗാദി സ്വർഗവും ഭൂമിയും അതിലുള്ളതൊക്കെയും നിന്റെ ദൈവമായ യഹോവയ്ക്കുള്ളവയാകുന്നു. Behold, the heaven and the heaven of heaven is the Lord's thy God, the earth also with all that is therein. 24-ാം സങ്കീർത്തനവും ഭൂമിയും ഭൂമിയുടെ പൂർണ്ണതയും യഹോവയ്ക്കുള്ളതാകുന്നു. അപ്പോൾ സ്വർഗവും ഭൂമി ആരുടെയാണ്? ആരാണ് അവകാശി? ഉടമസ്ഥൻ ആരാണ്? യജമാനൻ ആരാണ്? സ്വന്തം സ്വർഗത്തിന്റെയും ഭൂമിയുടെയും നമ്മുടെ സമ്പത്തിന്റെയും നമ്മുടെ ബാങ്ക് ബാലൻസിന്റെയും നമ്മുടെ കയ്യിലുണ്ടായിരിക്കുന്ന സ്വർണത്തിന്റെയും സകലത്തിന്റെയും ഉടമസ്ഥൻ ആരാണ്? ദൈവമാണ് സകലത്തിന്റെയും ദാതാവും ഉടമസ്ഥനും. പക്ഷെ ദൈവം എന്ത് ചെയ്തു? 115-ാം സങ്കീർത്തനം 16-ാമത്തെ വാക്യം, സ്വർഗം യഹോവയുടെ സ്വർഗമാകുന്നു, സ്വർഗം യഹോവയുടെ സ്വർഗമാകുന്നു, ഭൂമിയെ അവൻ മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്നു. ഭൂമി ആർക്കാ കൊടുത്തിരിക്കുന്നത്? ചെങ്ങന്നൂർ ആർക്കാ തന്നിരിക്കുന്നത്? കേരളം ആർക്കാ? തിരുവല്ല ആർക്കാണ്? കുമ്പനാട് ആർക്കാണ്? കോഴഞ്ചേരി ആർക്കാ തന്നിരിക്കുന്നത്? സ്വന്തം ദൈവം മനുഷ്യപുത്രന്മാർക്ക്, നമുക്ക് ഇങ്ങനെ പറയാം, ദൈവപുത്രന്മാർക്ക് ഈ ഭൂമി നൽകിയിരിക്കുകയാണ്. ഈ സ്ഥലത്തെ ദൈവത്തിന്റെ സിംഹാസനം വെളിപ്പെടുത്തുന്ന, ദൈവത്തിന്റെ ഭരണം വെളിപ്പെടുത്തുന്ന, യേശുവിന്റെ രക്തത്താൽ ദൈവത്തിന്റെ മക്കളായതുകൊണ്ട് ആദ്യ പുത്രൻ ആ പദവി നേടിയെടുത്തതുകൊണ്ട്, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. വള്ളി പുള്ളി സ്തോത്രം അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ സകല നീതി നിവർത്തിക്കേണ്ടത് വേണ്ടി പിതാവിന്റെ ഇഷ്ടത്തെ ആദ്യ ആദാം അനുസരണക്കേട് കാണിച്ചപ്പോൾ അവസാനത്തെ ആദാമും രണ്ടാമത്തെ മനുഷ്യനായ യേശു സകലത്തിലും ദൈവത്തെ അനുസരിച്ച് സ്തോത്രം ഹല്ലേലൂയ ആ പദവിയും പൊസിഷനും ഇവൻ എന്റെ പ്രിയപുത്രൻ. ആ കൊക്കിലൂടെയാണ് നാം ഓരോരുത്തരും ജനിച്ചിരിക്കുന്നത്. ആ ആത്മാവിലൂടെയാണ് പുതിയ സൃഷ്ടികളായി നാം പുറത്തു വന്നിരിക്കുന്നത്. അപ്പന് പ്രസാദകരമായിട്ടുള്ള കാര്യങ്ങളെ ചെയ്യുവാൻ അങ്ങനെയുള്ള DNA ആണ് നമ്മുടെ പുതിയ മനുഷ്യനിൽ ദൈവം വെച്ചിരിക്കുന്നത്. ദൈവത്തിന് നമ്മളെ ബോധിക്കുവാൻ, ദൈവത്തിന് നമ്മളെ ഇഷ്ടപ്പെടുവാൻ, ദൈവത്തിന് നമ്മളിലൂടെ പ്രവർത്തിക്കുവാൻ, ദൈവത്തിന്റെ വാഴ്ച നമ്മളിലൂടെ കൊണ്ടുവരുവാൻ ഞാൻ കണ്ടെത്തി. ദൈവത്തിന്റെ എക്സൈറ്റ്മെന്റ് ഒന്ന് നോക്കണമേ. ഞാൻ ബോധിച്ച മനുഷ്യനെ ഞാൻ കണ്ടെത്തി. I found my man. I found my man. 1 സമൂവേൽ 16-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം. ദൈവം സമൂവേലിനെ അയക്കുകയാണ് തൈലക്കൊമ്പുമായി 7 ആത്മാക്കളുടെ ഓപ്പറേഷനുകൾ ഒരു മനുഷ്യന്റെ മീതെ. ഞാൻ മിസായിയുടെ ഈ മക്കളിൽ ഒരു രാജാവായിരുന്നു അന്ന്. ഇന്ന് യേശുവിന്റെ യാഗത്താൽ ഇന്ന് നമ്മളിവിടെ പാടിയതുപോലെ നമ്മെ ഒരു രാജാവും പുരോഹിത വർഗമാക്കി കൂട്ടമാക്കി മാറ്റിയേക്കാം. രാജകീയ അഭിഷേകത്തിൽ ദാവീദിന് മാത്രം നിൽക്കുവാൻ കഴിഞ്ഞപ്പോൾ പുതിയ നിയമത്തിൽ യേശുവിന്റെ യാഗത്തിലൂടെ നമ്മെ എല്ലാവരും അഭിഷേകത്തിന്റെ ഓഹരിക്കാരായി തീർത്തു. ആമേൻ. യെസ്. സമൂവേൽ 16-ാം അധ്യായം 12-13 വാക്യം. ഉടനെ അവൻ ആളെ അയച്ച് അവനെ വരുത്തി. യെസ്. എന്നാൽ അവൻ പഴുനിറമുള്ളവനും സുനേത്രനും കോമളരൂപിയുമായിരുന്നു. അപ്പോൾ യഹോവ എഴുന്നേറ്റ് ഇവനെ അഭിഷേകം ചെയ്യുക. ഇവൻ അറിയാമല്ലോ, സ്വന്തം കാട്ടിലായിരുന്നു. അപ്പനെ ആളുകളൊക്കെ മേയിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ നിന്ന് അവനെ വിളിച്ചു വരുത്തുകയാണ്. യഹോവയുടെ ആത്മ, യഹോവ
യഹോവ പറയുകയാണ്, ഇവനാണ് അവൻ, എഴുന്നേറ്റ് ഇവനെ അഭിഷേകം ചെയ്യുക. Arise and anoint him, for this is he. അവനാണ് ഇവൻ. യെസ്, ഇവൻ തന്നെ ആകുന്നു എന്ന് കൽപ്പിച്ചു. അങ്ങനെ ശമൂവേൽ തൈലക്കൊമ്പെടുത്ത് അവന്റെ സഹോദരന്മാരുടെ നടുവിൽ വെച്ച് അവനെ അഭിഷേകം ചെയ്തു. യഹോവയുടെ ആത്മാവ് അന്നു മുതൽ ദാവീദിന്മേൽ വന്നു. യഹോവയുടെ ആത്മാവ് ഒരു രാജകീയ പൊസിഷന് വേണ്ടി വിളിക്കപ്പെട്ടതാ, വാഴ്ചയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ടതാ. ആ ഉത്തരവാദിത്തമാണ്, ആ റെസ്പോൺസിബിലിറ്റിയാണ്, ആ മാൻഡേറ്റ് ആണ്, അസൈൻമെന്റ് ആണ്. അതിനുവേണ്ടി ദൈവം കണ്ട്, ദൈവത്തിന് ബോധിച്ച് ഇഷ്ടപ്പെട്ട് എന്റെ ഹൃദയം നന്നായി അറിയുന്നവനാണ്, എന്റെ ഹൃദയത്തിന്റെ തുടിപ്പറിയുന്നവനാണ്, അതുപോലെ ചലിക്കുന്നവനാണ് ഇവൻ. പക്ഷെ അവനെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത്, Then Samuel took the horn of oil and anointed him in the midst of his brothers, and the spirit of the Lord came mightily upon David from that day forward, and Samuel went to Ramah. ദൈവത്തിന്റെ ആത്മാവ് ശക്തിയോടെ ആ സ്ഥാനത്ത്, ആ പൊസിഷനിൽ, ആ ഉത്തരവാദിത്തം, ആ മാൻഡേറ്റ്, ആ അസൈൻമെന്റ് നിവർത്തിക്കുവാൻ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ബുദ്ധിയുടെയും ആലോചനയുടെയും വിവേകത്തിന്റെയും യഹോവ ഭയത്തിന്റെയും ആത്മാവ് 2026 ആരംഭ സമയങ്ങളിൽ അതുപോലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതിശക്തിയോടെ നമ്മുടെ മേൽ ഒന്ന് വന്ന് ആവശ്യിക്കുവാൻ, നമ്മെ പൂർണ്ണമായി തന്റെ പിടിയിൽ. അപ്പോസ്തലപ്രവൃത്തികൾ 13-22 ദൈവത്തിന്റെ ടെസ്റ്റിമണിയാണ് ഇത്. മനുഷ്യൻ ദൈവത്തെ കുറിച്ച് പറയുന്ന സാക്ഷ്യമല്ല, ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ കുറിച്ച് പറയുന്ന സാക്ഷ്യമല്ല, ഇത് ദൈവം ദാവീദിനെ കുറിച്ച് പറയുന്ന സാക്ഷ്യമാണ്. I have found David the son of Jesse, a man after my own heart, which shall fulfill all my will. ദൈവത്തിന്റെ സകല ഇഷ്ടത്തെയും ഹിതത്തെയും ചെയ്യുന്ന ഒരു വ്യക്തിയെ, സഭയെ, കൂട്ടത്തെ, കുടുംബത്തെ ദൈവത്തിന്റെ കണ്ണുകൾ അന്വേഷിക്കുന്നു. 2026 താങ്കൾ ആ വ്യക്തിയായി തീരുമോ? ദൈവം അന്വേഷിക്കുന്ന ആ വ്യക്തി, ആ പുരുഷൻ, ആ സ്ത്രീ, ആ സഭ, ആ കൂട്ടം നാം ആയി തീരുമോ? ഹല്ലേലൂയ. പെട്ടെന്ന് 1 ശമൂവേൽ 17 പെട്ടെന്ന് ഇസ്രായേലിൽ ഒരു പ്രതിസന്ധി വരികയാണ്. ഫിലിസ്ത്യർ ഇസ്രായേലിനെതിരെ യുദ്ധത്തിനു വേണ്ടി അണിയൊരുങ്ങുകയാണ്. ബാറ്റിൽ ക്രൈ വെളിപ്പെടുകയാണ്. 17 വാക്യം. അനന്തരം ഫെലിസ്ത്യർ സൈന്യങ്ങളെ യുദ്ധത്തിന് ഒന്നിച്ചു കൂട്ടി. അവർ യഹൂദായ്ക്കുള്ള സോഖോവിൽ ഒരുമിച്ച് കൂടി. സോഖോവിനും അസേക്കിക്കും മധ്യേ എഫേസ് തമ്മിൽ പാളയമിറങ്ങി. ഒരു സൈഡിൽ ദൈവത്തിന്റെ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ മറു സൈഡിൽ പൈശാചികൻ എന്ത് ചെയ്യുകയാണ്? പെട്ടെന്ന് ഫിലിസ്ത്യർ യുദ്ധത്തിനു വേണ്ടി ഒരുങ്ങുകയാണ്. അവർ വെല്ലുവിളിക്കുകയാണ്. യുദ്ധത്തിന്റെ ധ്വനികൾ വരികയാണ്. 3 വാക്യം വന്നപ്പോൾ ആ പടയെ നയിക്കുന്ന ഒരു നായകനുണ്ട്, അവരുടെ ഇടയിൽ ഒരു മല്ലനുണ്ട്. പെട്ടെന്ന് നമുക്കൊന്ന് വായിക്കാം 3-4 വാക്യങ്ങൾ. യെസ്. ഫെലിസ്ത്യർ ഇപ്പുറത്ത് ഒരു മലഞ്ചെരുവിലും ഇസ്രായേലിയർ അപ്പുറത്ത് ഒരു മലഞ്ചെരുവിലും. 4 വാക്യം. അപ്പോൾ ഫെലിസ്ത്യരുടെ പാളയത്തിൽ നിന്ന് ഗഥ്യനായ ഗോലിയാത്ത് എന്നൊരു മല്ലൻ പുറപ്പെട്ടു. 2026 ദൈവരാജ്യത്തിന്റെ വാഴ്ച കൊണ്ടുവരുവാൻ, കിങ്ഡം ഡൊമിനിയനെ കൊണ്ടുവരാൻ പല മേഖലകളിൽ, പല തലങ്ങളിൽ 7 മലകളോടുള്ള ബന്ധത്തിൽ അത് ചിലപ്പം രോഗത്തിന്റെ അവസ്ഥകളായിരിക്കാം, ക്ഷാമത്തിന്റെ അവസ്ഥകളായിരിക്കാം, ദാരിദ്ര്യമായിരിക്കാം, വഴക്കായിരിക്കാം, മാനസിക സംഘർഷങ്ങളായിരിക്കാം, സമൂഹത്തിൽ ഉണ്ടായിരിക്കുന്ന ദൂഷ്യങ്ങളായിരിക്കാം, അതിന്റെ പിന്നിൽ വ്യാപരിക്കുന്ന പൈശാചിക ശക്തികളെ, ആധിപത്യങ്ങളെ. ഞാൻ ഇവിടെ ഇരുന്ന് ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ 10 തലയുള്ള വളരെ വിരൂപമായ, വികൃതമായ ഒരു ജീവി നമ്മുടെ മധ്യത്തിലൂടെ ഇങ്ങനെ പൊങ്ങി നിൽക്കുകയാണ്. ഒത്തിരി വർണ്ണിക്കുന്നില്ല. നമ്മൾ നോക്കുമ്പോൾ പല വിഷയങ്ങളാണ്, പ്രശ്നങ്ങളാണ്, തടസ്സങ്ങളാണ്, താമസങ്ങളാണ്. പക്ഷെ ഇതിന്റെ പിന്നിൽ ചലിക്കുന്ന പൈശാചിക ആധിപത്യങ്ങൾ. ഇവിടെ നാം ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്, എല്ലാം നടക്കുകയാണ്, കമ്മ്യൂണിറ്റി നടക്കുകയാണ്. പക്ഷെ ഇതിന്റെ മധ്യത്തിൽ വെളിപ്പെട്ട് നിൽക്കുന്ന 10 തലകളുള്ള, 2 സൈഡിലോട്ട് ഇങ്ങനെ നീണ്ടു നിൽക്കുന്ന ഒരു വിരൂപമായ, വികൃതമായ. ഞാൻ നിങ്ങളോട് പറഞ്ഞോന്നറിയില്ല. ഞാൻ സിലിഗുരിയിലായിരുന്നപ്പോൾ അവിടെ ചെന്നു. നമ്മുടെ വളരെ ജ്യേഷ്ഠ സഹോദരനായ പാസ്റ്റർ ഫ്രാൻസ് വേണ്ടി പ്രാർത്ഥിക്കും മിഷൻ യാത്രകളിലൊക്കെ പോകുമ്പോൾ. അന്ന് 11 മണിക്ക് ഞാൻ അവിടെ എയർപോർട്ടിൽ ലാൻഡ് ചെയ്യുന്നു. ഉടനെ തന്റെ ഒരു മെസ്സേജ് വരിക, അജയ് ബി കെയർഫുൾ, നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ കടക്കാൻ പോകുകയായിരുന്നു. അതിന്റെ മധ്യത്തിൽ നിന്നെ ആക്രമിക്കുന്ന വിരൂപമായി ഒരു പൈശാചിക ജീവി, ഡെമോണിക് ക്രീച്ചർ, 2 കൈകളിലും ആയുധങ്ങൾ ധരിച്ച് നിന്നെ ജീവനോട് വെച്ചേക്കത്തില്ല എന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുന്ന ഒരു പൈശാചിക ഒരു ആധിപത്യത്തെ കണ്ടു. So be very careful, Ajit. I'm praying for you. അത് കഴിഞ്ഞ് ഞാൻ ശുശ്രൂഷകൾക്ക് പോയി. ആത്മീയമക്കൾ വന്നു, ശുശ്രൂഷ ചെയ്തു. കുറെ കഴിഞ്ഞപ്പോൾ വീണ്ടും താനൊരു മെസ്സേജ്, അജയ് ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. ഞാൻ കണ്ടത് പെട്ടെന്ന് നിന്നെക്കാട്ടി 10 മടങ്ങ് സൈസുള്ള ഒരു ദൈവത്തിന്റെ ദൂതനെ നിനക്ക് വേണ്ടി ദൈവം അസൈൻ ചെയ്തിരിക്കുന്നു. ഞാൻ മീറ്റിംഗിന് പോകുമ്പോൾ ഞാൻ നിങ്ങളോട് സാക്ഷ്യം പറഞ്ഞില്ലേ, ഞാൻ ചെന്ന് നിൽക്കുന്നു, അസാധാരണമായ ഒഴുക്കങ്ങൾ സംഭവിക്കുക. സാധാരണ പ്രസംഗിക്കണം, ഇവരെല്ലാം ഒന്ന് ഓൾട്ടർ കോളിലേക്ക് വിളിക്കണം. പിന്നെ കുറെ കഴിയുമ്പോഴാണ് സ്തോത്രം ആ റലം തുറക്കുന്നത്. അവിടെ I knew someone was praying, someone was there with me. അങ്ങനെ പല സമയങ്ങളിൽ എനിക്ക് അനുഭവമുണ്ട്. കൂടെ നിൽക്കുന്ന ശുശ്രൂഷിക്കുന്ന ശുശ്രൂഷകർ ഒരു ഗണം, പക്ഷെ കൂടെ നിൽക്കുന്ന ദൈവത്തിന്റെ ദൂതന്മാർ, the angels of God. അപ്പോൾ ആ ദിവസം പറയാം, നിന്നെക്കാട്ടി 10 മടങ്ങ് നിന്നെ സുരക്ഷിതമായി നിന്നെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന അസൈൻമെന്റ് പൂർത്തീകരിക്കുവാൻ. ഇതാ ഇവിടെ ഫിലിസ്ത്യ കൂട്ടത്തിൽ നിന്ന് അവരൊത്തിരി പേരുണ്ട്, ഇസ്രായേലിന്റെ സമസൈസുള്ള ഒത്തിരി പേരുണ്ട്. പക്ഷെ അവിടെ മധ്യത്തിൽ നിന്ന് ഒരു മല്ലൻ, നമുക്കൊന്ന് വായിക്കാം. അവന് 6 മുഴവും ഒരു ചാണും നെടുപ്പമുള്ളവനായിരുന്നു. അവന് തലയിൽ ഒരു താമ്ര ശിരസ്ത്രമുണ്ടായിരുന്നു. അവൻ 5000 ഷേക്കേൽ തൂക്കമുള്ള ഒരു താമ്ര കവചവും 5000 ഷേക്കേൽ ഭാരമുള്ള ഒരു താമ്ര
താമ്ര കവചവും ധരിച്ചിരുന്നു. അവന് താമ്രം കൊണ്ടുള്ള കാൽച്ചട്ടയും ചുമലിൽ താമ്രം കൊണ്ടുള്ള ഒരു വേലും ഉണ്ടായിരുന്നു. ഏഴാമത്തെ വാക്യം. യെസ്. അവന്റെ കുന്തത്തിന്റെ തണ്ട് നെയ്ത്തുകാരന്റെ പടപ്പുതടി പോലെ ആയിരുന്നു. എട്ടാമത്തെ വാക്യം. അവൻ നിന്ന് ഇസ്രായേൽ നിരകളോട് വിളിച്ചു പറഞ്ഞത്, നിങ്ങൾ വന്ന് പടയ്ക്ക് അണിനിരക്കുന്നത് എന്തിന്? ഞാൻ ഫെലിസ്ത്യനും നിങ്ങൾ ശൗലിന്റെ ചേവകരും അല്ലയോ? നിങ്ങൾ ഒരുത്തനെ തിരഞ്ഞെടുത്തുകൊള്ളുവിൻ, അവൻ എന്റെ അടുക്കൽ ഇറങ്ങി വരട്ടെ. അവിടെ എന്താ ചെയ്യുന്ന ഗോലിയാത്ത്? തന്റെ രാജ്യത്തിന്റെ ആധിപത്യം സ്ഥാപിക്കുക. നമ്മളെല്ലാവരും യുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളിൽ നിന്ന് ഒരു വ്യക്തി വന്ന് എന്നെ യുദ്ധം ചെയ്ത് എന്നെ ജയിച്ചാൽ ഞങ്ങളെല്ലാം നിങ്ങളുടെ അടിമകളായിത്തീരും. സൈറ്റനിക് ഡൊമീനിയൻ, പൈശാചിക ആധിപത്യം മുഴക്കുന്ന ശബ്ദം. ഈ ഭാഗത്തിൽ നിന്ന് ഒത്തിരി തത്വങ്ങൾ. ഹൗ ഡു വി ടേക്ക് കിങ്ഡം ഡൊമീനിയൻ? ഗോലിയാത്ത് മല്ലൻ വന്ന് ഭീഷണിപ്പെടുത്തുകയാണ്, ഭയപ്പെടുത്തുകയാണ്, ചലഞ്ച് ചെയ്യുകയാണ്, വെല്ലുവിളിക്കുകയാണ്, ഭയം കൊണ്ടുവരികയാണ്. 11ാമത്തെ വാക്യം. ഇത് കേട്ടപ്പോൾ എന്ത് സംഭവിച്ചു? ഫിലിസ്ത്യന്റെ ഈ വാക്കുകൾ ശൗലും എല്ലാ ഇസ്രായേലിയരും കേട്ടപ്പോൾ ഭ്രമിച്ച് ഏറ്റവും ഭയപ്പെട്ടു. അപ്പോൾ ഈ മല്ലന്റെ വാക്കുകൾ കേട്ടപ്പോൾ, ഭീഷണികൾ കേട്ടപ്പോൾ, ആധിപത്യത്തിന്റെയും അധികാരത്തിന്റെയും ശബ്ദം കേട്ടപ്പോൾ എന്താ സംഭവിച്ചത്? ശൗൽ തുടങ്ങി ഇസ്രായേൽ എല്ലാവരും ഏറ്റവും ഭയപ്പെട്ടു. They were greatly afraid. ഇന്ന് നമ്മുടെ ചുറ്റും നടക്കുന്ന പൈശാചിക പ്രവൃത്തികൾ കാണുമ്പോൾ ആ കുഴപ്പമുണ്ട്, ഈ കുഴപ്പമുണ്ടെന്ന് പറയാൻ നമുക്ക് എളുപ്പമാണ്. അവിടെ ആ വിഷയമുണ്ട്, ഇവിടെ ആ വിഷയമുണ്ട്, അവിടെ ആ പ്രശ്നമുണ്ട്, ഇവിടെ ഈ പ്രശ്നമുണ്ട്. ദൈവത്തിന്റെ കണ്ണുകൾ ആരെയോ തിരയുകയാണ്. ഈ പൈശാചിക മലകളെ, പൈശാചിക ആധിപത്യങ്ങളെ കട്ട് ചെയ്ത് കളയുവാൻ, അതിന്റെ വാഴ്ചകളെ മുറിക്കുവാൻ, അതിനെ ഇല്ലായ്മയാക്കുവാൻ, അതിന്റെ ശബ്ദത്തെ നിർവീര്യമാക്കുവാൻ ഇന്ന് ദൈവം ആരെയോ അന്വേഷിക്കുന്നു. അതിന്റെ മധ്യത്തിൽ സ്തോത്രം, യുദ്ധത്തിനൊന്നും ചേർക്കപ്പെട്ടവരല്ല ദാവീദ് അവിടേക്ക് വന്നു. ആ ഭാവമൊക്കെ വളരെ വ്യക്തമായിട്ട് അറിയാമല്ലോ. 24ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് പെട്ടെന്ന് ഒന്ന് ചാടി. 24ാമത്തെ വാക്യം. അവനെ കണ്ടപ്പോൾ ഇസ്രായേലിയരൊക്കെയും ഏറ്റവും ഭയപ്പെട്ടു, അവന്റെ മുമ്പിൽ നിന്ന് ഓടി. ഭയപ്പെട്ടു എന്ന് മാത്രമല്ല, വളരെ ഭയപ്പെട്ട് ഓടുന്ന ഒരവസ്ഥ. ചരിത്രം അറിയാവുന്നതുകൊണ്ട് നമുക്ക് വളരെ എളുപ്പമാണ് മനസ്സിലാക്കാൻ. പക്ഷെ നമ്മുടെ മധ്യത്തിൽ പൊങ്ങി നിൽക്കുന്ന വിഷയങ്ങൾ, പൈശാചിക ആധിപത്യങ്ങൾ, പ്രശ്നങ്ങൾ, വിഷയങ്ങൾ. പക്ഷെ അതിന്റെ മധ്യത്തിൽ 26ാമത്തെ വാക്യം. അപ്പോൾ ദാവീദ് തന്റെ അടുക്കൽ നിൽക്കുന്നവരോട്, ഓക്കെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതിശക്തിയോട് ദാവീദിന്റെ മേൽ വന്നു, തന്നെ വ്യത്യസ്തനാക്കി തീർത്തു. പൈശാചിക ആധിപത്യങ്ങളെ തകർക്കുവാൻ, അതിനെ തടയുവാൻ, അതിനുമേൽ ദൈവത്തിന്റെ വാഴ്ചയെ കൊണ്ടുവരുവാൻ, ദൈവരാജ്യത്തെ, ദൈവത്തിന്റെ ഹിതത്തെ, ജീവിക്കുന്ന ദൈവം യഹോവയായ ദൈവമാണെന്നൊരു ബോധ്യം കൊണ്ടുവരുവാൻ അവന്റെ മേൽ ഒരു അഭിഷേകം വന്നു. പഴയ നിയമത്തിൽ പുറത്തൊരു അഭിഷേകമാണ്. പക്ഷെ പുതിയ നിയമത്തിന്റെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ അഭിഷേകം ചെയ്ത ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഒരു DNA, ഒരു സ്വഭാവം, ഒരു കരുത്ത് നമ്മുടെ ഉള്ളിലും ദൈവം പകർന്നിരിക്കുക. അപ്പോൾ ദൈവത്തിന്റെ അഭിഷേകം നമ്മുടെ ഉള്ളിൽ വരുന്നു എന്ന് മാത്രമല്ല, നമ്മുടെ ഉള്ളിൽ നിന്ന് ഒഴുകുന്ന പരിശുദ്ധാത്മാവിന്റെ ജീവനും സ്വാധീനവും അഭിഷേകവും. Greater is he who is in me than he who is in the world. ദാവീദിന് പറയുവാൻ കഴിയുകയില്ല, എന്റെ ഉള്ളിലുള്ളവൻ, എന്റെ മേൽ അഭിഷേകം വന്നു, അപ്പോൾ ഞാൻ അഭിഷേകത്തോട് എഴുന്നേറ്റ് നിന്നു. ഈ ഭാഗത്തിലൂടെ നാം പോകുമ്പോൾ നിങ്ങളും തിരിച്ചറിയണം, ദാവീദ് പുറമേ ഉള്ളൊരു തലത്തിൽ ഓപ്പറേറ്റ് ചെയ്തപ്പോൾ അകത്തും പുറത്തും പരിശുദ്ധാത്മാവിന്റെ ഓപ്പറേഷനുകൾക്ക് ദൈവം നമ്മെ സജ്ജരാക്കി, ദൈവം നമ്മെ റെഡിയാക്കി, തയ്യാറാക്കി, നമ്മെ നിറയ്ക്കുവാൻ, നമ്മെ അഭിഷേകം ചെയ്യുവാൻ, ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന മാനപാത്രങ്ങളാക്കി നമ്മെ എടുക്കുവാൻ നമ്മെ കൊണ്ടുവന്ന് നിർത്തുന്ന ഒരു തലം. Not only from outside but even from within. ഈ മല്ലന്റെ വാക്കുകൾ കേട്ട്, നിപ്പ് കണ്ട്, അവന്റെ നോട്ടം കണ്ട്, അവന്റെ ആധിപത്യം കണ്ട്, അവന്റെ ശബ്ദം കണ്ട് ആരാണെങ്കിലും ഭയപ്പെട്ടു പോകും. ഭയപ്പെട്ടു എന്ന് മാത്രമല്ല, ഓടിപ്പോയി. പക്ഷെ അതിന്റെ മധ്യത്തിൽ ഈ ഡൊമീനിയന്റെ ആത്മാവിനാൽ പിടിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ മനോഭാവമാണ് ഇന്ന് നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നത്. ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ദൈവത്തിന്റെ മൈറ്റിനാൽ, ദൈവത്തിന്റെ ഡൊമീനിയൻ, ആധിപത്യവും അധികാരവും ആ തലവുമായി പരിശുദ്ധാത്മാവുമായി കൂട്ടുമുടിയ ഒരു വ്യക്തിയിൽ എന്ത് വിപ്ലവം സംഭവിക്കും? ഇതൊരു കഥയല്ല. This is life. 26ാം വാക്യം. ദാവീദിന്റെ വാക്കുകളെ നമുക്ക് ശ്രദ്ധിക്കാം. അപ്പോൾ ദാവീദ് തന്റെ അടുക്കൽ നിൽക്കുന്നവരോട്, ഈ ഫെലിസ്ത്യനെ കൊന്ന് ഇസ്രായേലിൽ നിന്ന് നിന്നയെ നീക്കിക്കളയുന്നവന് എന്തു കൊടുക്കും? ബാക്കിയുള്ളവർ ഭയപ്പെടുമ്പോൾ, പേടിക്കുമ്പോൾ, ഇതാ അതിനെ വെളുവിളിക്കുവാൻ കഴിയുന്ന ഒരു ശബ്ദം. താൻ ബാലനാണ്, യവനക്കാരനാണ്, പക്ഷെ ഒരു ശബ്ദം. ഈ ഫിലിസ്ത്യനെ കൊന്നുകളയുന്നവന്, look at his mindset, his attitude, his language, തന്റെ വാക്കുകൾ, തന്റെ മനോഭാവം, തന്റെ ചിന്ത, തന്റെ നോട്ടം. That is the spirit of dominion. ആധിപത്യത്തിന്റെ ആത്മാവിനാൽ പിടിക്കപ്പെട്ട ഒരു വ്യക്തി. പഴയ നിയമത്തിൽ പുറത്ത് വന്ന ഒരു ആധിപത്യമാണ്. പക്ഷെ ഇന്ന് അകത്തും പുറത്തും പരിശുദ്ധാത്മാവിന്റെ ഈ 7 ആത്മാക്കളുടെ സാന്നിധ്യവും അഭിഷേകവും, എന്നിലുള്ളവനെ ഈ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണെന്ന പരിശുദ്ധാത്മാവിന്റെ ആ സത്യവും ബോധ്യവും നമ്മെ എത്ര അധികം, how much more can we walk in kingdom dominion? Then David spoke to men who were standing by him, saying, what will be done to the man who kills this Philistine and takes away the reproach from Israel? For who is this uncircumcised Philistine that he should taunt the armies of the living God?
ജീവനുള്ള ദൈവത്തിന്റെ സേനകളെ നിന്ദിപ്പാൻ, ജീവിക്കുന്ന ദൈവത്തിന്റെ സേനകളെ നിന്ദിക്കുവാൻ ഈ അഗ്രചർമ്മിയായ ഫെലിസ്ത്യൻ ആരെ എന്ന് പറഞ്ഞു. തന്നെ പൊക്കല്ല, തന്നെ ഉയർത്തുകയല്ല, തന്റെ ഹൃദയം സ്തോത്രം, എനിക്കൊരു പേര് കിട്ടണം, എനിക്കൊരു പ്രശംസ കിട്ടണം, എന്നെ 4 ആൾക്കാർ അറിയണം. No, 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 no. God can never use a man, a woman that way. ജീവിക്കുന്ന ദൈവത്തിന്റെ സൈന്യങ്ങളെ നിന്ദിക്കുന്ന അഗ്രചർമ്മിയായ ഈ ഫിലിസ്ത്യൻ, he is not bothered about his reputation, he is bothered about the reputation of God. ദൈവത്തിന്റെ മാനമാണ് തന്റെ വിഷയം, തന്റെ ദേശത്തിന്റെ മാനമാണ്, യഹോവയുടെ ആധിപത്യമാണ്, യഹോവയുടെ രാജ്യമാണ്. That's what this man is consumed. That's the spirit of dominion. അവിടെയാണ് ദൈവത്തിന്റെ ആത്മാവ് ശക്തിയോട് പരിവർത്തിക്കുന്നത്. 32ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് ജമ്പ് ചെയ്യാം. ഇത് കേട്ടപ്പോൾ എല്ലാവരും പേടിച്ച് ഭയപ്പെട്ട് ഓടിയപ്പോൾ, ഇങ്ങനെ ഒരു യൗവനക്കാരൻ സംസാരിച്ചപ്പോൾ സ്തോത്രം, അതൊരു വാർത്തയായി അവിടെ. The spirit of dominion will manifest. ഈ ആധിപത്യത്തിന്റെ ആത്മാവ്, കിങ്ഡം ഡൊമിനിയന്റെ ആത്മാവ് എന്ത് ചെയ്യും? അത് നിന്റെ സംസാരത്തിൽ, നിന്റെ നോട്ടത്തിൽ, നിന്റെ നിപ്പിൽ, നിന്റെ നടപ്പിൽ, നീ ചെയ്യുന്ന കാര്യത്തിൽ വെളിപ്പെടും. അത് ജനം നോട്ടീസ് ചെയ്യും, ചുറ്റുപാടുകൾ നോട്ടീസ് ചെയ്യും. കൊണ്ടെത്തിക്കേണ്ട സ്ഥലത്ത് തന്നെ അവർ കൊണ്ടെത്തിക്കുവാൻ ഇടയായിത്തീരും. ഇങ്ങനെ സംസാരിക്കുന്ന ദാവീദിനെ പെട്ടെന്ന് എന്ത് ചെയ്തു? സൗൽ രാജാവിന്റെ മുമ്പിൽ കൊണ്ടുവരിക. 31ാമത്തെ വാക്യം. യെസ്, ദാവീദ് പറഞ്ഞ വാക്കുകൾ പരസ്യമായപ്പോൾ ശൗലിനും അറിവ് കിട്ടി. അവർ അവനെ വിളിച്ചു വരുത്തി. അവൻ അവരെ വിളിച്ചു വരുത്തി. നോക്കി, ദാവീദിനെ വിളിച്ചു വരുത്തുകയാണ്. ദാവീദ് ശൗലിനോട്, ഇവന്റെ നിമിത്തം ആരും അധൈര്യപ്പെടേണ്ട. This is the language of a man who knows dominion. മുമ്പിൽ നിൽക്കുന്നത് ഭയങ്കര മല്ലനാണ്, ഭയപ്പെടുത്തുന്ന വലിയ മല പോലുള്ള വിഷയമാണ്. പക്ഷേ ഈ യൗവനക്കാരന്റെ വാക്കുകൾ നോക്കിയേ. ഇവന് യുദ്ധം വല്ലതും അറിയാമോ? ഇവൻ പട്ടാളത്തിൽ പോയി ഫൈറ്റ് ചെയ്യുവാനാണോ? ഇവന് യുദ്ധത്തിന്റെ പ്രാഗൽഭ്യം വല്ലതും ഉണ്ടോ? പക്ഷേ he has a story to tell. ഇത് വെറും അങ്ങ് കെട്ടി പറയുകയല്ല, ഞാൻ പറയുകയാണ്. No man's heart fail on account of him. Your servant will go and fight with this Philistine. അടിയൻ ചെന്ന് ഈ ഫലസ്തീനോട് അംഗം പൊരുതും എന്ന് പറഞ്ഞു. And David said to Saul, let no man's heart fail because of him. Thy servant. രാജാവ് സോൾ പേടിച്ചു നിൽക്കുക അവിടെ. പക്ഷെ താൻ പറയുന്നെങ്കിയാ, നിന്റെ ഭൃത്യൻ അടിയൻ, thy servant, ദാസൻ, thy servant will go. പുറമേ ഉള്ളൊരു അഭിഷേകം മാത്രമല്ല, അകമേ ഉള്ള ഒരു ഇന്റേണൽ റീവയറിംഗ് ആണ് പരിശുദ്ധാത്മാവ് 2026 നടത്തുന്നത്. Thy servant will go and fight with this Philistine. ഞാൻ പോയി, the spirit of dominion, the man who is captivated by the spirit of dominion. Yes. ശൗൽ ദാവീദിനോട്, ഈ ഫലിസ്ത്യനോട് ചെന്ന് അംഗം പൊരുതുവാൻ നിനക്ക് പ്രാപ്തിയില്ല, നീ ബാലൻ അത്രേ. കാണുമ്പോൾ അങ്ങനെയാണല്ലോ. 34ാമത്തെ വാക്യം. ദാവീദ് ശൗലിനോട് പറഞ്ഞത്, അടിയൻ അപ്പന്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ. അടിയൻ, നോക്കി ആ വാക്കുകൾ, the attitude of that young boy. അടിയൻ അപ്പന്റെ ആടുകളെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ, yes, ഒരു സിംഹവും ഒരിക്കൽ ഒരു കരടിയും വന്നു. 36ാമത്തെ വാക്യം. yes, നമുക്ക് ആ ഭാഗമൊക്കെ അറിയാമല്ലോ. വീണ്ടും തന്റെ ജീവിതത്തിൽ ദൈവം ചെയ്തിരിക്കുന്ന ആ സാക്ഷ്യങ്ങളെ ഉയർത്തിപ്പിടിച്ച്, അടിയന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു അവസരം വന്നപ്പോൾ ദൈവം എന്നോട് കൂടെ നിന്നു. ഈ ഡൊമിനിയന്റെ സ്പിരിറ്റ് എന്നെ ശക്തീകരിച്ചു, ഞാൻ ജയമൊക്കെ പ്രാപിച്ചു. ഹല്ലേലൂയ. ആ ധൈര്യത്തിൽ 36ാമത്തെ വാക്യം. ഇങ്ങനെ അടിയൻ സിംഹത്തെയും കരടിയെയും കൊന്നു. നോക്കിയേ, ഇങ്ങനെ സിംഹത്തെയും കരടിയെയും കൊന്നു. ഈ അഗ്രചർമ്മിയായ ഫെലിസ്ത്യൻ ജീവനുള്ള ദൈവത്തിന്റെ സൈന്യത്തെ നിന്ദിച്ചിരിക്കൊണ്ട് അവനും അവയിൽ ഒന്നിനെ പോലെ ആകും. Look at the boldness. എങ്ങനെയാണ് ഈ ദൈവികരാജ്യത്തിന്റെ ആധിപത്യം, ദൈവിക വാഴ്ചയുടെ ആധിപത്യം വെളിപ്പെടുന്നത്? It is revealed by your words. നിങ്ങളുടെ ആക്ഷൻ പുറപ്പെടുന്നതിന് മുമ്പേ, നിങ്ങൾ ഒരു കാര്യം പുറത്ത് ചെയ്യുന്നതിന് മുമ്പേ, ഒരു പ്രവൃത്തി വെളിപ്പെടുന്നതിന് മുമ്പേ, നിങ്ങളുടെ ഇന്റേണൽ സിസ്റ്റത്തിൽ ഈ റീവയറിംഗ് നടന്നാൽ എന്തെങ്കിലുമൊക്കെ പറയുകയല്ല, നിങ്ങൾ പറയുക, സ്തോത്രം, ആ ഫലസ്തീനോട് യുദ്ധം പോലും ചെയ്തില്ല, നേരിട്ടിട്ടില്ല, പക്ഷെ തന്റെ ഉള്ളിൽ താൻ പറയുക, ആ സിംഹത്തെ പോലെയും ആ കരടി പോലെയും ജീവിക്കുന്ന ദൈവത്തിന്റെ സൈന്യത്തെ നിന്ദിച്ച ഈ അഗ്രചർമ്മിയും ഇവരെ പോലെ ഒന്നായിത്തീരും, ഞാൻ അവനെ കൊല്ലും. 37ാമത്തെ വാക്യം. യെസ്, ദാവീദ് പിന്നെയും സിംഹത്തിന്റെ കയ്യിൽ നിന്നും കരടിയുടെ കയ്യിൽ നിന്നും. തന്റെ കോൺഫിഡൻസ്, തന്റെ ആശ്രയം, ഇറ്റ് വാസ് നോട്ട് സെൽഫ് കോൺഫിഡൻസ്. വാക്കുകൾ കേൾക്കുമ്പോൾ ഭയങ്കര അഹങ്കാരിയാണല്ലോ എന്ന് തോന്നും, പക്ഷെ വാക്കുകൾ ഒന്ന് ശ്രദ്ധിക്കണമേ. ദാവീദ് പറയുകയാണ്, യെസ്, സിംഹത്തിന്റെ കയ്യിൽ നിന്നും കരടിയുടെ കയ്യിൽ നിന്നും എന്നെ രക്ഷിച്ച യഹോവ ഈ ഫെലിസ്ത്യന്റെ കയ്യിൽ നിന്നും എന്നെ രക്ഷിക്കും എന്ന് പറഞ്ഞു. സിംഹത്തിന്റെ കയ്യിൽ നിന്നും കരടിയുടെ കയ്യിൽ നിന്നും എന്നെ രക്ഷിച്ച യഹോവ എന്നെ ഈ ഫിലിസ്ത്യന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കും. താൻ എഴുന്നേൽക്കുകയാണ്. സൗല് തന്റെ പടയട്ടയൊക്കെ വാളൊക്കെ കൊടുക്കാൻ നോക്കുന്നു, മിസ്ഫിറ്റ് ആണ്. താൻ പരിചയിച്ച, താൻ ശീലിച്ച ചില കാര്യങ്ങൾ എടുത്ത്, ഹല്ലേലൂയ. 43ാമത്തെ വാക്യം. താൻ യുദ്ധത്തിന് വേണ്ടി ഈ മല്ലന്റെ അടുക്കിലേക്ക് പോകുകയാണ്. ഫെലിസ്ത്യൻ ദാവീദിനോട്, നീ വടികളുമായി എന്റെ നേരെ വരുവാൻ ഞാൻ നായോ എന്ന് ചോദിച്ചു. ഇവിടെ ആധിപത്യങ്ങളാണ്, പൈശാചിക ആധിപത്യത്തെ പ്രതിനിധീകരിക്കുന്ന ഗോലിയാത്ത് തന്റെ ആധിപത്യം നടപ്പിലാക്കുന്ന ആ രീതി ഒന്ന് കണ്ടോ. ഞാൻ നായാണോ നീ എന്നെ വടിയും കൊണ്ടുവരുന്നത് എന്നുള്ള രീതിയിൽ വീണ്ടും ദാവീദിനെ ഇന്റിമിഡേറ്റ് ചെയ്യുകയാണ്, തുച്ഛീകരിക്കുകയാണ്. തന്റെ ഉള്ള ബലം കൂടെ ക്ഷയിപ്പിച്ചു കളയുവാൻ തന്റെ മേൽ വീണ്ടും ഭീഷണി മുഴക്കുന്ന ആ ശബ്ദം വായിക്കാം.
തന്റെ ദേവന്മാരുടെ നാമം ചൊല്ലി ദാവീദിനെ ശപിച്ചു. Then the Philistine said to David, am I a dog that you come to me with sticks? And the Philistine cursed David by his God. പൈശാചിക ആധിപത്യങ്ങൾ അവനെ തകർക്കുവാൻ, ആ വാഴ്ചകളെ നിർവീര്യമാക്കുവാൻ, ബന്ധനത്തിലും പൈശാചിക അടിമത്തത്തിൽ കിടക്കുന്ന ജനത്തെ വിടുവിക്കുവാൻ, മന്ത്രവാദത്തിന്റെയും ആഭിചാരത്തിന്റെയും ശൂദ്രത്തിന്റെയും ഇതുപോലുള്ള പൈശാചിക കെട്ടുകളിൽ കിടക്കുന്ന വ്യക്തികളെ വിടുവിക്കുവാൻ നാം എഴുന്നേൽക്കുമ്പോൾ നിങ്ങളെ തടയുന്ന ഇവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കാണിച്ച് 10 തലയുള്ള ദുർശക്തികളെ, പൈശാചിക തലങ്ങളെ, ആധിപത്യങ്ങളെ, ഡിമാനിക് പ്രിൻസിപ്പാലിറ്റീസ്, വാഴ്ചകളെയും അധികാരങ്ങളെയും നേരിടുന്ന ഒരു തലമുണ്ട്. ശപിക്കുകയും നശിപ്പിക്കുവാനായിട്ടുള്ള കാര്യങ്ങൾ മെനയുന്ന, നിന്നെ ഒടുക്കി കളയുവാനുള്ള ദുർമന്ത്രവാദവും ആവിചാരവും ചെയ്യുന്ന, ശുദ്ധ്യം ചെയ്യുന്ന പൈശാചിക തലങ്ങൾ. Then the Philistine cursed David. ഈ ഫിലിസ്തീൻ എന്താ ചെയ്യുന്നേ? ആ വാക്യം ഒന്നുകൂടെ വായിക്കാം. 43-ാമത്തെ വാക്യം. ഫെലിസ്ത്യൻ ദാവീദിനോട്, നീ വടികളുമായി എന്റെ നേരെ വരുവാൻ ഞാൻ നായോ എന്ന് ചോദിച്ചു. തന്റെ ദേവന്മാരുടെ നാമം ചൊല്ലി ദാവീദിനെ ശപിച്ചു. അടുത്ത വാക്യം. ഫെലിസ്ത്യൻ പിന്നെയും ദാവീദിനോട്, ഇങ്ങോട്ട് വാ, ഞാൻ നിന്റെ മാംസം ആകാശത്തിലെ പക്ഷികൾക്കും. ഗോലിയത്ത് പറയുകയാണ്, ഫിലിസ്ത്യൻ പറയുക, ഇങ്ങോട്ട് നീ വാ, ഞാൻ നിന്റെ മാംസം. നോക്കിയേ, ഡൊമീനിയൻ. എങ്ങനെയാണ് സാത്താൻ തന്റെ ആധിപത്യം സ്ഥാപിക്കുന്നത്? ഒരു പ്രവൃത്തി ചെയ്യുന്നതിന് മുമ്പേ തന്റെ വാക്കുകളിലൂടെ താൻ ആ വല വീശുകയാണ്. നീ ഇങ്ങോട്ട് വാ, ഞാൻ നിന്നെ എന്താക്കി കളയും? ഞാൻ നിന്റെ മാംസം ആകാശത്തിലെ പക്ഷികൾക്കും കാട്ടിലെ മൃഗങ്ങൾക്കും ഇരയാക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ദാവീദ് ഫെലിസ്ത്യനോട് പറഞ്ഞത്, തിരിച്ച് ആധിപത്യത്തിന്റെ തലം തിരിച്ചറിഞ്ഞ മനസ്സിലാക്കിയ, ആധിപത്യത്തിന്റെ ആത്മാവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്ന, കിങ്ഡം ഡൊമീനിയന്റെ ആ സ്പിരിറ്റിൽ പിടിക്കപ്പെട്ടിരിക്കുന്ന ദാവീദിന്റെ ഉത്തരം ഒന്ന് നോക്കിയ, താൻ പേടിക്കുകയല്ല, താൻ മൗനമായി നിൽക്കുകയല്ല, താൻ സ്തോത്രം 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 പ്രൈസ് ദി ലോർഡ് പ്രൈസ് ദി ലോർഡ് പ്രൈസ് ദി ലോർഡ് പറയുകയല്ല, താനും തന്റെ വാ തുറന്ന് ചിലത് തിരിച്ച് പറയുകയാണ്. എന്താ ദാവീദ് ഫിലിസ്ത്യ ശക്തിയോട് പറയുന്നത്? നീ വാളും കുന്തവും വേലുമായി എന്റെ നേരെ വന്നു. ഞാനോ നീ നിന്ദിച്ചിട്ടുള്ള ഇസ്രായേൽ നിരകളുടെ ദൈവമായ, ഞാൻ നീ നിന്ദിച്ചിരിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ നിന്റെ നേരെ വരുന്നു. Then said David to the Philistine, thou comest to me with sword and with a spear and with a shield, but I come to you in the name of the Lord of hosts, the God of the armies of Israel, whom thou hast defiled. ആ വാക്യം ഒന്നുകൂടെ വായിക്കാം. ആധിപത്യം എടുക്കുവാൻ, ആധിപത്യം സ്ഥാപിക്കുവാൻ, ദൈവരാജ്യത്തിന്റെ ആധിപത്യം ആഗ്രഹിക്കുന്ന ദൈവജനമേ, let your words change, let your mind change, let your attitudes change, let your confessions change. ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി നിങ്ങളുടെ അകത്തും പുറത്തും, നിങ്ങളുടെ ഉള്ളിൽ ഉള്ളവൻ ഈ ലോകത്തിൽ ഉള്ള പൈശാചിക പ്രഭുക്കന്മാരെ പിശാചിനേക്കാൾ വലിയവനാണെന്നുള്ള ബോധ്യത്താൽ ഇന്ന് പകൽക്കാലം നിങ്ങൾ പിടിക്കപ്പെടട്ടെ. Yes, oh God, yes. വായിക്കാം മോളെ. ദാവീദ് ഫെലിസ്ത്യനോട് പറഞ്ഞത്, നീ വാളും കുന്തവും വേലുമായി എന്റെ നേരെ വരുന്നു. ഞാനോ നീ നിന്ദിച്ചിട്ടുള്ള ഇസ്രായേൽ നിരകളുടെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ നിന്റെ നേരെ വരുന്നു. യഹോവ ഇന്ന് നിന്നെ എന്റെ കയ്യിൽ ഏൽപ്പിക്കും. He is taking dominion, he is taking authority. ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പേ തന്റെ വാക്കുകൾ കൊണ്ട് അതിനെ റിലീസ് ചെയ്യുക. He is releasing the language and the spirit of dominion. ഗോലിയത്ത് ഇങ്ങോട്ട് പറയാ, ഞാൻ നിന്റെ മാംസത്തെ പക്ഷികൾക്ക് കൊടുക്കും. ദാവീദ് തിരിച്ചു പറയുക. Then said David to the Philistine, this day will the Lord. അവിടെ എല്ലാം നോക്കിയേ, the Lord, the Lord, the Lord. സിംഹത്തിൽ നിന്നും കരടിയിൽ നിന്നും എനിക്ക് ജയം തന്ന എന്റെ ദൈവം, this day my Lord will deliver thee into mine hand. 2026 നിന്റെ ജീവിതത്തിൽ പൊങ്ങി നിൽക്കുന്ന എല്ലാ മല്ലന്മാരെയും, പൈശാചിക മലകളെയും, പൈശാചിക ആധിപത്യങ്ങളെയും, ദുരാത്മ മണ്ഡലങ്ങളെയും നിന്റെ കയ്യിൽ തരുവാൻ, നിന്നെ അഭിഷേകം ചെയ്യുവാൻ ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. നമുക്ക് ദാവീദ് പറഞ്ഞത് വായിക്കാം. യെസ്. ഞാൻ നിന്നെ കൊന്ന് നിന്റെ തല ഛേദിച്ച് കളയും. അത്രയുമല്ല, ഞാൻ ഇന്ന് ഫെലിസ്ത്യ സൈന്യങ്ങളുടെ ശവങ്ങളെ ആകാശത്തിലെ പക്ഷികൾക്കും ഭൂമിയിലെ മൃഗങ്ങൾക്കും ഇരയാക്കും. 46-ാമത്തെ വാക്യം. ഇസ്രായേലിൽ ഒരു ദൈവമുണ്ടെന്ന് സർവ്വഭൂമിയും അറിയും. ഇസ്രായേൽ, ഈ കിങ്ഡം ഡൊമിനിയൻ നമ്മുടെ പേര് വലുതാകുവാൻ 4 ആൾക്കാർ നമ്മളെ പോസ്റ്റർ അടിച്ച് നമ്മുടെ പേര് വരെ, no 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 no, India may know that Jesus is the King of Kings and the Lord of Lords. The nations may know that there is one true living God. 48-ാമത്തെ വാക്യം. യെസ്. പിന്നെ ഫെലിസ്ത്യൻ ദാവീദിനോട് എതിർപ്പാൻ നേരിട്ടടുത്തപ്പോൾ ദാവീദ് ബന്ധപ്പെട്ട് ഫെലിസ്ത്യനോട് എതിർപ്പാൻ അണിക്കു നേരെ ഓടി. This is the spirit of dominion. വാക്കുകൾ കൊണ്ട് ആരംഭിച്ചു, അവിടെ കൊണ്ട് നിന്നില്ല, പിന്നെ തന്റെ അസൈൻമെന്റിലേക്ക് താൻ ഓടുകയാണ്. നമ്മുടെ വാക്കുകൾ നാം പറയുക മാത്രമല്ല, നമ്മുടെ മുമ്പിൽ വെല്ലുവിളിക്കുന്ന എല്ലാ പൈശാചിക ആധിപത്യങ്ങളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന നമ്മുടെ അസൈൻമെന്റ് ആണെന്ന് ബോധ്യമുള്ള സകലത്തിലേക്ക് ദൈവത്തിന്റെ ആത്മാവിന്റെ അഭിഷേകത്താൽ അത് നാം പ്രാപിച്ച്, പിന്നെ ദാവീദ് ഒളിച്ചിരിക്കുകയല്ല, ഇങ്ങോട്ട് അവൻ വരണേ. No, he was and David, and came to pass when the Philistine arose and came and drew nigh to meet David, then David hasted and he ran toward the army to meet the Philistine. 50-ാമത്തെ വാക്യം. Yes, yes. ഇങ്ങനെ ദാവീദ് ഒരു കവിണയും ഒരു കല്ലും കൊണ്ട് ഫെലിസ്ത്യനെ ജയിച്ചു. ഒരു കല്ലും കവണയും കൊണ്ട് ഫിലിസ്തീനെ. The spirit of dominion brings unusual victory in the kingdom of God. ചില ജയങ്ങളൊക്കെ നമുക്ക് അവിടെയും, പക്ഷേ ഈ ആത്മാക്കളുടെ ഓപ്പറേഷന് വേണ്ടി നാം വിധേയപ്പെടുമ്പോൾ, നാം നമ്മെ തന്നെ കൊടുക്കുമ്പോൾ, നമ്മുടെ ഉള്ളിൽ റീവയർഡ് ആകുമ്പോൾ, അകത്തും
പുറത്ത് പരിശുദ്ധാത്മാവിനാൽ, ഈ ഡൊമിനിയന്റെ ആത്മാവിനാൽ നാം പിടിക്കപ്പെടുമ്പോൾ എന്റെ ഉള്ളിലുള്ളവൻ ഈ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ് എന്ന് നാം ബോധ്യത്താൽ ആ പരിശുദ്ധാത്മാവിനെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ മാനത്തിന് വേണ്ടിയല്ല, not unto me, O God, not unto us, ഞങ്ങൾക്കല്ല ദൈവമേ, നിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി എന്നൊരു ജനം എഴുന്നേൽക്കുമ്പോൾ, എന്നൊരു കൂട്ടം എഴുന്നേൽക്കുമ്പോൾ അവിടെ വ്യത്യാസമില്ല. ആര് പാടിയാലും കുഴപ്പമില്ല, ആര് പ്രസംഗിച്ചാലും കുഴപ്പമില്ല, ആര് പ്രവചിച്ചാലും കുഴപ്പമില്ല. Oh yeah, 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 yeah. Not unto us, O God, but to you. ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത്, then David prevailed over the Philistine. This dominion anointing is a prevailing. അത് ജയിക്കുന്ന ഒരു അഭിഷേകമാണ്, അത് ജീവിക്കുന്ന ഒരു അഭിഷേകമാണ്, അത് തടസ്സങ്ങളെ മറികടക്കുന്ന ഒരു അഭിഷേകമാണ്. The spirit of dominion is a prevailing anointing, is an overcoming anointing. പിന്നെ നമുക്കറിയാം ദാവീദിന്റെ കയ്യിൽ വാളില്ലായിരുന്നു, അതുകൊണ്ട് ഫിലിസ്ത്യന്റെ 51-ാമത്തെ വാക്യം, yes, ആകയാൽ ദാവീദ് ഓടിച്ചെന്ന് ഫെലിസ്ത്യന്റെ പുറത്തു കയറി നിന്ന് അവന്റെ വാൾ ഉറയിൽ നിന്നും ഊരിയെടുത്ത് അവനെ കൊന്നു. 58-ാമത്തെ വാക്യം, ശൗൽ അവനോട്, ബാല്യക്കാരാ, നീ ആരുടെ മകൻ എന്ന് ചോദിച്ചു. സൗൽ ചോദിക്കുകയാണ്, ബാല്യക്കാരാ, സ്വത്രം ബാക്ക്ഗ്രൗണ്ടില്ലാത്ത, മുൻ പരിചയങ്ങളില്ലാത്ത ഒരു വ്യക്തി ഈ ആത്മാവിന്റെയും ഈ ശുശ്രൂഷയുടെയും ദൈവത്തിന്റെ പ്ലാനിന്റെയും ആധിപത്യത്തിന് കീഴിൽ വരികയാണ്. നീ ആരുടെ മകനാണ്? ഞാൻ ബെത്ലഹേമ്യനായ നിന്റെ ദാസൻ ഇശായിയുടെ മകൻ എന്ന് ദാവീദ് പറഞ്ഞു. ഇത്ര വലിയ ജയമാണ് ഇസ്രായേലിന് വേണ്ടി. David was a man who operated in great power, great might, great anointing. വലിയ നിലവാരത്തിലുള്ള ദൈവത്തിന്റെ അഭിഷേകവും ശക്തിയും വലിയ ജയമാണ്. പിൻകാലങ്ങളിൽ ഇസ്രായേലിന്റെ തിളങ്ങുന്ന രാജാവായി എന്നേക്കും നിലനിൽക്കുന്ന സിംഹാസനത്തിൽ ദാവീദിന്റെ പേരും വന്നു. He was a man, and David answered, I am the son of thy servant Jesse the Bethlehemite. ഈ ദിവസങ്ങളിൽ സ്വന്തം ഹല്ലേലൂയ, ഈ ആത്മാവിന്റെ ഒരു വലിയ പകർച്ച നമ്മുടെ മധ്യത്തിൽ ഉണ്ടാകും. ഈ ആത്മാവിനാൽ ആഗ്രഹിക്കുന്നവർ, അതിനുവേണ്ടി ഹൃദയം ഒരുക്കിയവർ, അതിനുവേണ്ടി കാംക്ഷിക്കുന്നവർ, അതിനുവേണ്ടി വില കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ, തങ്ങളെ തന്നെ ഒഴിക്കുവാൻ കഴിയുന്നവർ, വ്യക്തിപരമായ വിഷയങ്ങൾക്കപ്പുറമായി, തങ്ങളുടെ ആവശ്യങ്ങൾക്കപ്പുറമായി ദൈവത്തിനും ദൈവരാജ്യത്തിനു വേണ്ടിയൊക്കെ പ്രയോജനപ്പെടണമെന്ന്, ഉപയോഗപ്പെടണമെന്ന്, ദൈവരാജ്യത്തിന്റെ മാനവത്തിനു വേണ്ടിയുള്ള എന്ന് പറയപ്പെട്ട ദൈവവചനത്തിന്റെ ഈ ദൂതിന്റെ പിന്നിൽ പാസ്റ്റർ പറഞ്ഞ പോലെ ഇതൊരു മെസ്സേജ് അല്ല, ഇത് നിങ്ങളിലേക്ക് വരുന്ന ദൈവത്തിന്റെ ഒരു ശക്തിയാണ്. ഈ മെസ്സേജ് നിങ്ങൾ വിശ്വസിച്ചു, നിങ്ങൾ ഏറ്റെടുത്തുവെങ്കിൽ ഇത് നിങ്ങളിൽ വലിയ ചലനങ്ങളെ സൃഷ്ടിക്കും. ഇതിനെ ബാക്ക് ചെയ്യുന്ന ഒരു അഭിഷേകമുണ്ട്, ഒരു വിലയുണ്ട്, അതിന്റെ പുറയിൽ ഒരു പുതപ്പുണ്ട്. ദിസ് ഇസ് നോട്ട് ജസ്റ്റ് വേർഡ്സ്, ദീസ് ആർ വേർഡ്സ് വിത്ത് പവർ. ഇന്ന് പകൽക്കാലം എത്ര പേര് അങ്ങനെ ആഗ്രഹിക്കുന്നു? 2026 കർത്താവേ, ദൈവരാജ്യത്തിന്റെ വാഴ്ചയിൽ ഭൂമിയിൽ കൊണ്ടുവരുവാൻ ഞാൻ എന്നെ ഏൽപ്പിക്കുന്നു, ഞാൻ എന്നെ സമർപ്പിക്കുന്നു. യഹോവയുടെ ആലയമുള്ള പർവ്വതം സകല പർവ്വതത്തെക്കാൾ ഉയർന്നിരിക്കും. കർത്താവേ, അങ്ങയുടെ ഒരു ആലയമായി സകല കുന്നുകളെക്കാൾ, സകല പൈശാചിക ആധിപത്യങ്ങളെക്കാൾ അങ്ങ് മാത്രം രാജാവായി, അങ്ങയുടെ രാജ്യം മാത്രം മഹത്വപ്പെടുവാൻ, അതിന്റെ ആധിപത്യം ഞാനായിരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുവരുവാൻ കർത്താവ് ഞാൻ എന്നെ പൂർണ്ണമായി ഏൽപ്പിക്കുന്നു എന്ന് പറയുന്നവർ, എവിടെയൊക്കെ പൈശാചിക ആധിപത്യങ്ങളുണ്ടോ, അധികാരങ്ങളുണ്ടോ, വാഴ്ചകളുണ്ടോ, സംസ്കാരങ്ങളുണ്ടോ, സ്വാധീനങ്ങളുണ്ടോ, അവിടെയെല്ലാം കർത്താവേ അങ്ങയുടെ സംസ്കാരത്തെ, ദൈവരാജ്യത്തെ, സ്വർഗത്തെ കൊണ്ടുവരുവാൻ, to bring heaven, Lord, here I am. 31-ാം അധ്യായം 26-28 വരെയുള്ള അങ്ങയുടെ മാൻഡേറ്റിനെ പൂർത്തീകരിക്കുവാൻ ഞാൻ എന്നെ സമർപ്പിക്കുന്നു. 1 ശമൂവേൽ 16-ാം അധ്യായം നാം വായിച്ചതുപോലെ ദാവീദിന്റെ മേലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തിയോടെ ഇറങ്ങിയതുപോലെ, തന്നെ വ്യത്യസ്തനാക്കിയതുപോലെ, ദൈവത്തിന്റെ ആധിപത്യത്തിന്റെ ആത്മാവിനാൽ പിടിക്കപ്പെട്ട ഒരു വ്യക്തിയായി ബാക്കിയുള്ളവർ ഭയപ്പെട്ട് ഓടിപ്പോയപ്പോൾ അസാധാരണമായ പ്രഖ്യാപനങ്ങൾ, ഡിക്ലറേഷൻസ് മേക്ക് ചെയ്യുവാൻ കഴിഞ്ഞ the spirit of might, the spirit of dominion. നമുക്ക് തോമർക്കാരന്റെ കരങ്ങളൊന്ന് ഉയർത്തി നമുക്ക് പറയാം, കർത്താവേ, ഞാൻ ദാവീദിന്റെ മീതെ അങ്ങ് പകർന്ന് ജെസ്സിയുടെ പുത്രന്മാരിൽ ഞാനൊരു രാജാവിനെ കണ്ടെത്തിയിരിക്കുന്നു, ഞാൻ അവനെ അഭിഷേകം ചെയ്യുന്നു. എല്ലാ ഭയത്തിന്റെയും ഭീരുത്വത്തിന്റെയും ആത്മാവിനെയും കട്ട് ചെയ്യുകയാണ്. അത്ര വലിയ മല്ലന്റെ മുമ്പിലും താൻ പതറിപ്പോകാതെ, താൻ ഭയപ്പെട്ടു പോകാതെ, നിരാശപ്പെട്ടു പോകാതെ, പിൻവാങ്ങാതെ സൈന്യങ്ങളുടെ യഹോവയെ നിന്ദിക്കുന്ന ഈ അഗ്രചർമ്മിയായ ഫിലിസ്ത്യനാണ്. യഹോവയാൽ, കർത്താവിന്റെ നാമത്താൽ, ദൈവത്തിന്റെ നാമത്താൽ ഞാൻ അവനെ കൊല്ലും, ഞാൻ അവനെ ജയിക്കും, ഞാൻ അവനെ പക്ഷികൾക്ക് കൊടുക്കും. സകല ഭൂവാസികളും ജീവിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് അറിയും. പരിശുദ്ധാത്മാവേ, ഞാൻ ഏൽപ്പിച്ചിരുന്നു. എന്റെ ജീവിതത്തിൽ ഒരു പൈശാചിക ആധിപത്യത്തിനും പൈശാചിക അധികാരത്തിനും ഒരു പൈശാചിക വിഷയത്തിനും എന്റെ മേൽ ആധിപത്യമില്ല എന്ന് ഞാൻ കാണുന്ന ഒരു കാഴ്ച, ഫിലിസ്ത്യൻ മല്ലന്റെ മേൽ കയറി നിൽക്കുന്ന പോലെ തന്റെ കല്ലും കവണ കൊണ്ട് വീഴ്ത്തി എന്ന് മാത്രമല്ല, ദാവീദ് ഫിലിസ്ത്യന്റെ മേലിൽ കയറി നിൽക്കുന്ന ഒരു പിക്ചറാണ്. കയ്യിൽ ഒരു വാള് പിടിച്ച് അവന്റെ തന്നെ ഏത് വാള് കൊണ്ട് നശിപ്പിക്കാൻ വന്നോ ആ വാള് കൊണ്ട് തന്നെ ആ തലത്തിൽ നിങ്ങളെ ആക്കി മാറ്റുന്ന ഒരു അഭിഷേകമാണ്. ഇത് ദാവീദിന്റെ വ്യക്തിപരമായ ഒരു വിഷയത്തിന്മേൽ ജയം കിട്ടിയതല്ല, ഇത് ഒരു ദേശത്തിന്റെ ജയമാണ്, ഇത് ദൈവത്തിന്റെ ജയമാണ്, ഇത് ദൈവരാജ്യത്തിന്റെ വാഴ്ചയുടെ ജയമാണ്, ഇത് ഭൂമിയിൽ ദൈവത്തിന്റെ ആധിപത്യം വെളിപ്പെടുന്ന ഒരു ജയമാണ്. This is a picture of a spirit
of dominion. എത്ര വലിയ പൈശാചിക മല്ലനാണെങ്കിലും, എത്ര വലിയ പൈശാചിക പ്രഭുവാണെങ്കിലും, പൈശാചിക രാജാവാണെങ്കിലും, ഏത് വാഴ്ചയും ഏത് അധികാരങ്ങളും, എത്ര വലിയ പൈശാചിക അന്ധകാരത്തിന്റെ വ്യാപാരങ്ങളാണെങ്കിലും, it's coming down under the spirit of dominion. നിങ്ങളുടെ മുമ്പിൽ അത് മുട്ടുമടക്കും. അതുകൊണ്ടാണ് സങ്കീർത്തനം 8-ാം 4-5 വാക്യങ്ങൾ, for thou hast made him, for what is man that thou art mindful him, and the son of man that thou visitest him. 5-ാമത്തെ വാക്യം, for thou hast made him a little lower than gods and has crowned him with glory and honor. മർത്യനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത്, മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിനും അവൻ എന്തും മാത്രം. അവൻ എന്തും മാത്രം. നീ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി. This is kingdom dominion anointing. To live a kingdom dominion life. ദൈവരാജ്യത്തിന്റെ വാഴ്ചയിൽ ജീവിക്കുവാൻ ഈ വെളിച്ചവും വെളിപ്പാടും thou hast made him. നീ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി. തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചു. തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചു. നിന്റെ കൈകളുടെ പ്രവൃത്തികൾക്ക് നീ അവനെ അധിപതിയാക്കി. Thou madest him to have dominion over the works of thy hands. സകലത്തെയും അവന്റെ കാൽ കീഴാക്കിയും ഇരിക്കുന്നു. സ്വന്തം നിങ്ങളുടെ മേൽ വെളിപ്പെടുന്ന ഈ അഭിഷേകം, ഈ സാന്നിധ്യം, ഈ പരിശുദ്ധാത്മാവിന്റെ ഓപ്പറേഷനുകൾ, ഏഴാത്മാക്കളുടെ ഓപ്പറേഷനുകൾ, സകലത്തെയും നിങ്ങളുടെ കാൽ കീഴിൽ കൊണ്ടുവരുന്ന ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന സകലത്തെയും നിങ്ങളുടെ കൈകളിൽ ആധിപത്യവും സകലത്തെയും നിങ്ങളുടെ കാലുകൾ. ദാവീദ് മല്ലന്റെ മേൽ കയറി നിന്ന് അവന്റെ വാളുകൊണ്ട് തന്നെ അവന്റെ ശിരസ് കട്ട് ചെയ്ത് അവനെ ആകാശത്തിന് പക്ഷികൾക്ക് കൊടുത്തതുപോലെ ഇന്ന് പകൽക്കാലം അങ്ങനെ ഒരു അഭിഷേകം ചലിക്കുന്നു, അങ്ങനെ ഒരു സാന്നിധ്യം ചലിക്കുന്നു. നീ വാലല്ല, നീ സാഹചര്യങ്ങളുടെ കീഴല്ല, നിന്റെ മേൽ ചലിക്കുന്ന ഈ ദൈവത്തിന്റെ വെളിച്ചവും വെളിപ്പാടും അതിനെ ബാക്ക് ചെയ്യുന്ന, അതിന്റെ മേൽ വന്ന ഈ ദൈവിക അഭിഷേകം. The Lord will make you the head and not the tail. Hallelujah. ആവർത്തനം 28:13. The Lord will make you the head and not the tail. God made you the head and not the tail. സാഹചര്യങ്ങളുടെ മീതെ ഗർജിക്കുന്ന ഒരു സിംഹം. ഒന്ന് എഴുന്നേറ്റ് ആ കാലുകളിൽ നിങ്ങൾ ഒന്ന് എഴുന്നേറ്റ്. This is the spirit of dominion. Man is created to be a ruler over domains, over spheres and territories. ഒരു സിംഹം എഴുന്നേറ്റ് നിൽക്കുന്ന പോലെ സാഹചര്യങ്ങൾക്ക് കീഴെയല്ല, താഴെയല്ല. But to be above, to be above. നിങ്ങളെ സ്വത്രം വീണ്ടും അടുത്തൊരു ചിത്രം, ഒരു സിംഹത്തിന്റെ ചിത്രവും ഒരു പെട്ടെന്ന് സ്വത്രം സ്പീഡിൽ ഓടുന്ന ഒരു കുതിരയുടെ സകലത്തിന്മേൽ വാഴ്ച നടത്തുന്ന, സകലത്തിന്റെ മീതെ കാട്ടിന്റെ രാജാവായി ഡൊമീനിയൻ എടുക്കുന്ന, വാഴ്ച നടത്തുന്ന the kingly anointing, the lion anointing, the kingdom dominion anointing. ആമേൻ. നിന്നോട് ആജ്ഞാപിക്കുന്ന നിന്റെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ കേട്ട് പ്രമാണിച്ച് നടന്നാൽ യഹോവ നിന്നെ വാലല്ല, തലയാക്കും. നീ ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കുകയില്ല. ഹല്ലേലൂയ. നീ ഉയർച്ച നീ ഉയർച്ച തന്നെ പ്രാപിക്കും, നീ താഴ്ച പ്രാപിക്കുകയില്ല. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ.